ഹായ് എവരിവൺ. ആർമി GDയുടെ ഒന്നാമത്തെ മോഡൽ എക്സാം നമ്മുടെ എല്ലാ ബ്രാഞ്ചിലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡിസ്കഷനാണ്, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഈ സെഷനിൽ ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ തിയറി എത്രത്തോളം പഠിച്ചാലും നമ്മൾ വൺസ് ഒരു എക്സാം എഴുതിയിട്ട് നമുക്കതിൽ ചോദ്യങ്ങൾ തെറ്റ് വരികയാണെന്ന് വിചാരിക്കും. ആ തെറ്റ് വരാനുള്ള കാരണം എന്തായിരുന്നു? നമുക്കറിയാം, നമ്മളെല്ലാം MCQ ആണല്ലേ, 4 ഓപ്ഷൻസ് ഉണ്ടാവും നമുക്ക് ഒരു ചോദ്യത്തിന്. അല്ലെങ്കിൽ 4 ഏതെങ്കിലും ഒന്നായിരിക്കും ശരി ഉത്തരം. അപ്പൊ നമ്മൾ തെറ്റായ ഉത്തരം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് മാർക്കിൻ്റെത് അറിയാം. പക്ഷേ അത് നമ്മൾ വൺസ് ഒരു മോഡൽ എക്സാം എഴുതിയതിന് ശേഷം നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ എന്തുകൊണ്ടാണ് ആ തെറ്റ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ തെറ്റായിട്ടുള്ള ഓപ്ഷൻ നമ്മൾ എന്തുകൊണ്ടാണ് മാർക്ക് ചെയ്തത്? 4 ഓപ്ഷൻ ഉണ്ട്, A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ടാവും. അപ്പൊ അതിലെ ഓപ്ഷൻസ് എന്താണ്, ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഭയങ്കര ഉപയോഗമാവും, വളരെയധികം നമുക്ക് ഉപകാരപ്രദമായിരിക്കും. കാരണം ഒരു ക്വസ്റ്റിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ പഠിക്കാൻ പോകുന്നത് നാല് ഓപ്ഷൻസിന്റെ ഈ കാര്യങ്ങൾ എന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സാധാരണ തിയറി പഠിച്ചിട്ട് പോകുന്നതിനേക്കാളും കൂടുതൽ വൺസ് നിങ്ങൾ എഴുതി തെറ്റിച്ചത് കാരണം, അല്ലെങ്കിൽ എഴുതി ശരിയാക്കിയാൽ പോലും, അല്ലെങ്കിൽ തെറ്റായാൽ പോലും ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നീട് കുറെ കാലത്തേക്ക് നമ്മളത് മറക്കില്ല. ഒന്നാമത്തെ എക്സാമില് എത്രയോ മാർക്ക് കിട്ടിക്കോട്ടെ, ചിലർക്ക് നല്ല മാർക്ക് ഉണ്ടാവും, ചിലർക്ക് വളരെ കുറവ് മാർക്കായിരിക്കും ഉണ്ടാവുക. ഈ മാർക്ക് കുറഞ്ഞാലും മാർക്ക് കൂടിയാലും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, അടുത്ത എക്സാമിൽ, രണ്ടാമത്തെ മോഡൽ എക്സാമിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ മോഡൽ എക്സാമിൽ ഒരിക്കലും നമുക്ക് ഇപ്പൊ വാങ്ങിച്ച മാർക്കിനേക്കാളും കുറയരുത്. ഒന്നാമത്തെ എക്സാമിനേക്കാളും കൂടുതൽ മാർക്ക് വേണം രണ്ടാമത്തെ എക്സാമിന്, അതിനേക്കാൾ കൂടുതൽ വേണം മൂന്നാമത്തെ എക്സാമിന്. അങ്ങനെ നമ്മൾ ഒരുപാട് മോഡൽ എക്സാംസ് എഴുതിയതിനു ശേഷം വേണം നമ്മൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള എക്സാം എഴുതാൻ പോവാൻ. ഒരു കാര്യം മനസ്സിൽ വെക്കുക, മാർക്ക് കുറഞ്ഞാൽ കുറഞ്ഞോട്ടെ, ഒന്നാമത്തെ എക്സാം ആണ്, കുഴപ്പമില്ല. ഇത് നിങ്ങൾക്ക് സ്വയം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് കരുതിയാൽ മതി. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? In which year the Battle of Buxar was fought? ബുക്സർ യുദ്ധം ഏത് വർഷമാണ് നടന്നത്? ഇത് ഏതായിരുന്നു ടോപ്പിക് നമ്മൾ പഠിച്ചത്? നമുക്ക് 2 രീതിയിൽ ഈ ടോപ്പിക് പഠിക്കാൻ പറ്റും. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററിയിലും പഠിക്കാനുണ്ട്, പിന്നെ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലും പഠിക്കാനുണ്ട്. അതിൽ 2 ബാറ്റിലിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം, കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമ്മൾ 2 ബാറ്റിൽ പഠിക്കണില്ലേ? ഒന്ന് ബാറ്റിൽ ഓഫ് പ്ലാസി, യുദ്ധം, പിന്നൊന്ന് ബാറ്റിൽ ഓഫ് ബുക്സർ. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുള്ള കാരണം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ 2 യുദ്ധത്തോടു കൂടെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്, ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ല, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയില് പൊളിറ്റിക്കൽ പരമായിട്ടുള്ള അധികാരം, അതായത് അധികാരം, അതുവരെ അവർ കച്ചവടക്കാരായിരുന്നു. ഈ 2 യുദ്ധത്തിന് ശേഷമാണ് അവർക്ക് ഇന്ത്യയില് അധികാരം കിട്ടാൻ തുടങ്ങിയത്. ബംഗാള്, ബീഹാർ, ഒറീസ തുടങ്ങിയ 3 സ്ഥലങ്ങളിലാണ് ആദ്യമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവരുടെ ദിവാനിഷിപ്പ് എന്ന് പറയും. ദിവാനിഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ്, കരം പിരിച്ചെടുക്കാനുള്ള അധികാരം കിട്ടിയത് ഈ 2 യുദ്ധത്തിന് ശേഷമാണ്. അപ്പൊ ഈ 2 യുദ്ധവും നടന്ന വർഷം നമുക്ക് അറിഞ്ഞിരിക്കണം. ഒന്ന് ബാറ്റിൽ ഓഫ് പ്ലാസി 1757, ബാറ്റിൽ ഓഫ് ബുക്സർ 1764. ഈ 2 വർഷവും നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ 2 ബാറ്റിലോട് കൂടെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിലെ കരം പിരിക്കാനുള്ള അധികാരം, ടാക്സ് പിരിക്കാനുള്ള അധികാരം കിട്ടുന്നത്. അതോടുകൂടിയാണ് അവരിവിടെ കച്ചവടക്കാരിൽ നിന്നും എന്തായിട്ട് മാറുന്നത്? ഇവിടെ ഭരിക്കുന്ന ആൾക്കാരായിട്ട് മാറുന്നത്. അപ്പൊ ഇതില് ചോദ്യത്തിൽ ഉത്തരം എന്തായിരിക്കും? ബാറ്റിൽ ഓഫ് ബുക്സർ ആണ് ചോദിച്ചിട്ടില്ലേ? ബുക്സർ എപ്പോഴാ? 1764. ഓപ്ഷൻ C ആണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. When did the Indian Constituent Assembly adopted the Constitution? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്താണ് എന്നുള്ളത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ വേണ്ടി രൂപീകരിച്ച ഒരു സംവിധാനത്തിനാണ് എന്ത് പറയാ? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നുള്ളത്. അത് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് എന്നാണ് ചോദ്യം. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന, അതായത് ആക്റ്റീവായിട്ട് വന്നിട്ടുള്ള ദിവസമല്ല ചോദിക്കുന്നത്. ആക്റ്റീവായിട്ടുള്ള വന്ന ദിവസം നമുക്കറിയാം, അത് നമ്മുടെ റിപ്പബ്ലിക് ദിനമാണ്.
അല്ലെ? റിപ്പബ്ലിക്കിന് നമുക്കറിയാം ജാനുവരി 26, 1950 കോൺസ്റ്റിറ്റ്യൂഷൻ ആക്റ്റീവായിട്ട് വന്നത്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് അതിന് കൃത്യം 2 മാസം മുമ്പാണ്. നമുക്ക് എന്നാണോ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ആക്റ്റീവ് ആവുന്നത് അതിന്റെ 2 മാസം, എക്സാക്ട്ലി 2 മാസം മുമ്പാണ് അഡോപ്റ്റ് ചെയ്യപ്പെട്ടത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തന്നെയാണ്. അത് അഡോപ്റ്റ് ചെയ്തത് നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിന്റെ 2 മാസം മുമ്പ്. അപ്പൊ എപ്പോഴായിരിക്കും? നവംബർ 26, 1949 നമ്മുടെ എന്താണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്ത വർഷം, അല്ലെ, തീയതി. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ദ സിസ്റ്റം ഓഫ് ഡബിൾ ഗവൺമെന്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് ആക്ട്? ദ സിസ്റ്റം ഓഫ് ഡബിൾ ഗവൺമെന്റ്. എന്താണ് ഈ ഡബിൾ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയില് അവരുടെ അധികാരം സ്ഥാപിച്ചത് 2 യുദ്ധത്തോടു കൂടിയാണ്, അല്ലെ? ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാ? ബാറ്റിൽ ഓഫ് പ്ലാസിയും ബാറ്റിൽ ഓഫ് ബുക്സറും. എന്നാൽ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൺട്രോൾ ചെയ്യണം. കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ബ്രിട്ടീഷ് രാജ്യത്ത് അല്ലെങ്കിൽ ബ്രിട്ടനിലുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിക്ക് വേറൊരു രാജ്യത്തെ ഭരിക്കാനുള്ള അധികാരം ബ്രിട്ടൻ കൊടുക്കില്ല. ഫുള്ളായിട്ട് എന്താണ് ഭരിക്കാനുള്ള അധികാരം കൊടുക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? അവരെ കൺട്രോൾ ചെയ്യണം. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒന്നാമത്തെ വന്ന ആക്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റെഗുലേഷൻ ആക്ട്, അല്ലെ? റെഗുലേഷൻ ആക്ട് ഓഫ് 1773, ഒന്നാമത്തെ ആക്ട്. രണ്ടാമത്തെ ആക്ട് എന്തായിരുന്നു? പിറ്റ്സ് ഇന്ത്യ ആക്ട്. എന്തായിരുന്നു? പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ഈ വർഷം ഓർത്തു വെക്കണം, 1784. ഈ പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതില് നമുക്ക് ഈ പിറ്റ്സ് ഇന്ത്യ ആക്ടില് 2 രീതിയിലായിരുന്നു അതിനുശേഷം ഉള്ള ഭരണം ഇന്ത്യയിൽ നടന്നത്. എങ്ങനെയായിരുന്നു? ഒന്ന് ബോർഡ് ഓഫ് കൺട്രോള്, പിന്നൊന്ന് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. എന്തായിരുന്നു? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇന്ത്യക്ക് ഒരുപാട് ആക്ട്സ് ഉണ്ട്. അതിലൊരു ആക്ട് ആണ് ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഈ പിറ്റ്സ് ഇന്ത്യ ആക്ടോടുകൂടി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇനി നോക്കണ്ട, ഇനി ബ്രിട്ടീഷ് ഗവൺമെന്റ് നോക്കും എന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു ആക്ട് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. പക്ഷേ കച്ചവട കാര്യങ്ങൾ, അതായത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ വെച്ചിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെ നടത്തിക്കോളൂ എന്ന് പറയണം. അപ്പൊ 2 രീതിയിലുള്ള ഭരണം വരണം. അതായത് എങ്ങനെയാ? ഒന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മൊത്തമായിട്ട് നോക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരിക്കും. കച്ചവടപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ പോകുന്നത് ആരാ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. അങ്ങനെ 2 രീതിയിൽ ഭരണം വരുന്നു. അതിനാണ് എന്താ ഈ ഡബിൾ ഗവൺമെന്റ് എന്ന് പറയുന്നത്, കേട്ടോ. ഈ ഡബിൾ ഗവൺമെന്റ് എന്ന് പറയുന്നത് അങ്ങനതാണ്. ആ ഡബിൾ ഗവൺമെന്റ് കൊണ്ടുവന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ടിലാണ് 1784. ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ ഒരു റെഗുലേഷൻ ആക്ട് മാത്രമല്ല, ഒരുപാട് റെഗുലേഷൻ ആക്ട്സ് ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ആക്ട് ആണ് 1773 എന്താ റെഗുലേഷൻ ആക്ട്. രണ്ടാമത്തെ ആക്ട് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. അതിലാണ് ഈ 2 സിസ്റ്റം കൊണ്ടുവന്നത്. ഒന്ന് പൊളിറ്റിക്കൽ പരമായിട്ട് ഇന്ത്യയെ കൺട്രോൾ ചെയ്യാനും, 2 കച്ചവടപരമായിട്ട് ഇന്ത്യയെ കൺട്രോൾ ചെയ്യാനും. ഓക്കെ, അപ്പൊ 2 രീതിയിൽ വരുന്നു. എപ്പോഴാണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ഉത്തരം എന്തായിരിക്കും? ഡബിൾ ഗവൺമെന്റ് എന്ന് കേട്ടാൽ തന്നെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാ? പിറ്റ്സ് ഇന്ത്യ ആക്ട്. വർഷവും ചോദിക്കാം, കേട്ടോ. വർഷം ചോദിക്കുകയാണെങ്കിൽ 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് നിലവിൽ വന്ന വർഷം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹു വാസ് ദ ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറെ കമ്മിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം അംബേദ്കർ ആണ്. അംബേദ്കർ ആണ് എന്താ ഉത്തരം. ഓക്കെ, ബാബാ സാഹിബ് അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. പക്ഷെ വേറെ 3 ഓപ്ഷൻസ് നോക്കൂ. ഏതൊക്കെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ട്, രാജേന്ദ്ര പ്രസാദ് ഉണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇവരെയൊക്കെ കമ്മിറ്റീസ് ഏതാണെന്നുള്ളത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. രാജേന്ദ്ര പ്രസാദ്
ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹമായിരുന്നു എന്താ, കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയുടെ ചെയർമാൻ. ഓക്കെ, ആ സമയത്ത് സ്പീക്കർ, ചെയർമാൻ അല്ല, സ്പീക്കർ. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ രാജേന്ദ്ര പ്രസാദിന് എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിനെ കൺട്രോൾ ചെയ്യണം അല്ലെ, ഈ അസംബ്ലിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്തൊക്കെയാണ്? ഒന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി, എന്തായിരുന്നു? ഒന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി. അതുപോലെ തന്നെ രാജേന്ദ്ര പ്രസാദിന്റെ വേറൊരു കമ്മിറ്റിയാണ് റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി. ഇപ്പൊ രാജേന്ദ്ര പ്രസാദ് എന്ന് കേട്ട് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ 2 കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. ഏതിന്റെയൊക്കെയായിരുന്നു? അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹം സ്പീക്കർ ആയിരുന്നു. സ്പീക്കർ ആണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം? സ്പീക്കറാണ് എല്ലാം കൺട്രോൾ ചെയ്യല്ലേ. കൺട്രോൾ ആണെങ്കിൽ കയ്യിൽ സ്റ്റിയറിംഗ് വേണം, അതാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി. പിന്നെ റൂൾസ് ഉണ്ടാക്കണം, കൺട്രോൾ ചെയ്യണമെങ്കിൽ റൂൾസും അതിന്റെ പ്രൊസീജിയറൊക്കെ വേണം. എന്നുള്ളത് കൊണ്ട് റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റിയുടെയും ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇനി ജവഹർലാൽ നെഹ്റു. 3 കമ്മിറ്റി മെയിനായിട്ട് ഓർത്തു വെക്കണം. ഒന്നാമത്തെ കമ്മിറ്റി യൂണിയൻ എന്ന് കേട്ടാൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു ആയിരിക്കും. 2 കമ്മിറ്റിന്റെ യൂണിയൻ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. യൂണിയൻ എന്ന വാക്ക് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആലോചിച്ചോളൂ, ജവഹർലാൽ നെഹ്റു ആയിരിക്കും. അതേപോലെ സ്റ്റേറ്റ് എന്ന വാക്ക് കേട്ടാലും ഇത് 2 കമ്മിറ്റിയുടെയും എന്താണ്? 3 കമ്മിറ്റി യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ഉണ്ട്. അതുപോലെ യൂണിയൻ എന്ന വാക്കുള്ള 2 കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. സ്റ്റേറ്റ് എന്ന വാക്കിൽ തുടങ്ങുന്ന ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ യൂണിയൻ, സ്റ്റേറ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട പേരാരാണ്? ജവഹർലാൽ നെഹ്റു. ഇനി സർദാർ വല്ലഭായ് പട്ടേൽ. പട്ടേലിന് മെയിനായിട്ട് 2 കമ്മിറ്റിയാണ്. ഒന്നാമത്തെ കമ്മിറ്റി എന്തായിരുന്നു? ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രൊവിൻഷ്യൽ അല്ലെ, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. പ്രൊവിൻഷ്യൽ എന്ന വാക്ക് കേട്ടാൽ മാത്രം മതി, നിങ്ങൾ സർദാർ വല്ലഭായ് പട്ടേലിനകത്ത്. അതേപോലെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി. എല്ലാത്തിനും സ്റ്റാർട്ടിങ് മാത്രം ഓർത്തു വെച്ചാൽ മതി. സ്റ്റിയറിംഗ് അല്ലെങ്കിൽ റൂൾസ്, പ്രൊസീജിയർ എന്നൊക്കെ പറഞ്ഞ രാജേന്ദ്ര പ്രസാദ് ആയിരിക്കും. യൂണിയൻ, സ്റ്റേറ്റ് എന്ന വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഓർത്ത് വെക്കേണ്ടത് ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഓർത്ത് വെക്കേണ്ടത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ആര്? ബാബാ സാഹിബ് അംബേദ്കർ. അതാണ് നമ്മുടെ ഉത്തരം. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കമ്മ്യൂണൽ ഇലക്ടറേറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ബൈ വിച്ച് ആക്ട്? കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതാടിസ്ഥാനത്തിൽ, മതം നോക്കിയിട്ട് വോട്ട് ചെയ്യാനുള്ള അധികാരം. ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായി നിൽക്കാനുള്ളതല്ല, മതാടിസ്ഥാനത്തിൽ ഇന്ത്യയെ വിഭജിക്കാൻ തുടങ്ങിയ ആദ്യത്തെ ബ്രിട്ടീഷുകാരെ ആദ്യമായിട്ട് ഇന്ത്യയെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കാൻ വേണ്ടി, അതിനു മുമ്പ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ബംഗാൾ വിഭജനമെല്ലാം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. പക്ഷെ ഒരു നിയമപരമായിട്ട് കൃത്യമായിട്ട് ഇന്ത്യയുടെ ഉള്ളിൽ മൊത്തമായിട്ട് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു ആക്ട് ആണ് മിന്റോ മോർലി റിഫോംസ് എന്നുകൂടെ പറയുന്നതിനെ 1909 കേട്ടോ. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 എന്താണ്? കമ്മ്യൂണൽ ഇലക്ടറേറ്റ്. ഇങ്ങനെ പറയുള്ളൂ, ആ ബ്രാക്കറ്റിലുള്ള തരില്ല. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ബേസ്ഡ് ഓൺ റിലീജിയൻ, മതാടിസ്ഥാനത്തിൽ എന്താണ് വോട്ട് ചെയ്യാനുള്ള അധികാരം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇന്ത്യയില് 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1909 ആണ്. അതിന്റെ വേറെ പേര് മിന്റോ മോർലെ അല്ലെങ്കിൽ മിന്റോ റിഫോംസ് എന്ന് പറയും. മോർലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു ആ കാലഘട്ടത്തെ. മിന്റോ വൈസ്രോയ് ആയിരുന്നു. വൈസ്രോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും അധികാരമുള്ള, ബ്രിട്ടീഷ് ഭരിക്കുന്ന സമയത്ത് ഏറ്റവും അധികാരമുള്ള ആളായിരുന്നു ആരാ? വൈസ്രോയ്. വൈസ്രോയ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആർക്കായിരുന്നു? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഇദ്ദേഹം ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എവിടെയായിരുന്നു? ലണ്ടനിൽ ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ഈ വൈസ്രോയ് ഇന്ത്യയിലുള്ള ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ഇന്ത്യയുടെ മെയിൻ ആയിട്ടുള്ള അധികാരം ആർക്കായിരുന്നു? വൈസ്രോയ്ക്കായിരുന്നു. വൈസ്രോയ് ആയിരുന്നു അവസാനത്തെ വാക്ക് എന്ന് പറയാം. പക്ഷെ വൈസ്രോയ് ലണ്ടനിലോട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആർക്കാ റിപ്പോർട്ട് ചെയ്യേണ്ടത്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് റിപ്പോർട്ട് ചെയ്യണം.
ഓക്കെ, അതുകൊണ്ട് മോർലെ, മിന്റോ റിഫോംസ് ഇവർ രണ്ടുപേരാണ് മെയിൻ ആയിട്ട് ഈ ഇത് എന്താ അവരുടെ പേരിലാണ് ഈ നിയമം അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ അതിന് വേറെ പറയുന്ന പേരെന്താ, ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1909. അടുത്ത ചോദ്യം നോക്കാം. ഇൻ വിച്ച് ഫീൽഡ് ഡിഡ് സി വി രാമൻ വോൺ ദ നോബൽ പ്രൈസ്? സി വി രാമൻ നോബൽ പ്രൈസ് ഏത് വിഷയത്തിലാണ് കിട്ടിയത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ, അത് അറിഞ്ഞിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യമായിട്ട് നോബൽ പ്രൈസ് ഫിസിക്സിലാണ് കിട്ടുന്നത്. ആർക്കാ? സി വി രാമന്. ഓക്കെ, സോ ഉത്തരം ഫിസിക്സ്. ചോദിക്കാം, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. സി വി രാമന് അല്ലെങ്കിൽ ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിക്കാം. ആരാണ്? സി വി രാമൻ. അല്ലെങ്കിൽ സി വി രാമന് ഏത് വിഷയത്തിലാണ് നോബൽ സമ്മാനം കിട്ടിയെന്ന് പറയാം. ഏതിലാണ്? ഫിസിക്സ്. അടുത്ത ചോദ്യം, അർജുന അവാർഡ് ഈസ് ഗിവൺ ടു. അർജുന അവാർഡ് ആർക്കാണ് കൊടുക്കുക? ഏറ്റവും നമ്മൾ ഒരുപാട് ന്യൂസ് എല്ലാം കാണുന്ന എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സ്പോർട്സിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്കാണ് അർജുന അവാർഡ് കൊടുക്കുക. സോ നോക്കൂ, അർജുന അവാർഡ് ഈസ് ഗിവൺ ടു പോയിറ്റ്സോ അല്ല, സയന്റിസ്റ്റോ അല്ല, ആക്ടേഴ്സോ അല്ല. ആർക്കായിരിക്കും? ഔട്ട്സ്റ്റാൻഡിംഗ് പേഴ്സൺ, സ്പോർട്സ് പേഴ്സൺസ് അല്ലെ. സ്പോർട്സിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാണ് ഏതാ? അർജുന അവാർഡ് കൊടുക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ അവാർഡ്സ്, മെയിൻ ആയിട്ടുള്ള അവാർഡ്സ് ഏതൊക്കെ ഫീൽഡിലാണ് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് വെക്കണം. നമ്മൾ ക്ലാസ്സിൽ അത് എടുക്കും. എന്നിരുന്നാലും നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് പഠിക്കുക. അതിനുശേഷം ക്ലാസ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മറക്കില്ല. കാരണം ഇതെല്ലാം നമ്മൾ കുറച്ച് റോ ജി കെ ആണ്. റോ ജി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓർത്ത് വെക്കേണ്ട ജി കെ ആണ്. നമുക്ക് ലോജിക്കലി അധികം ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓർമ്മശക്തി ഉണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ അവാർഡുകൾ, മെയിൻ അവാർഡുകൾ നമുക്ക് ഏതൊക്കെ ഫീൽഡിലാണ് കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അർജുന അവാർഡ് എന്താണ്? സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള അവാർഡാണ്. അടുത്ത ദിവസം നോക്കാം. ദാണ്ഡിയ ഈസ് എ ഫേമസ് ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ്? ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ വരുന്നതാണ്. ഡാൻസുകളെ കുറിച്ച്, അത് ക്ലാസിക്കൽ ഡാൻസും ഉണ്ട്, അതേപോലെ ഫോക്ക് ഡാൻസും ഉണ്ട്. ഇത് രണ്ട് ഡാൻസാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ ഫോക്ക് ഡാൻസ്, ഓരോ സംസ്ഥാനങ്ങളിലുള്ള ഫോക്ക് ഡാൻസുകൾ കുറച്ചെണ്ണം നമ്മൾ പഠിച്ചു വെക്കണം. ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ദാണ്ഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുജറാത്തിലുള്ള ഒരു ഡാൻസ് ആണ്. ഫുള്ളായിട്ട് പറയുകയാണെങ്കിൽ ദാണ്ഡിയ റാസ് എന്നാണ് പറയുക. അതേപോലെ തന്നെ ഗുജറാത്തിലുള്ള വേറെ രണ്ട് ഏതൊക്കെയാണ് നോക്കുക ഫോക്ക് ഡാൻസുകൾ. ഒന്ന് ഗർഭ എന്നാണ് പേര്, പിന്നൊന്ന് ടിപ്പാനി എന്നാണ് പേര്. ഓക്കെ, ഒന്ന് മെയിൻ ആയിട്ട് ഇതാണ് ചോദിക്കാറ് കേട്ടോ. ദാണ്ഡിയ റാസ് ഏത് സംസ്ഥാനത്തെ ട്രൈബൽ ഫോക്ക് ഡാൻസ് ആണ് എന്ന് ചോദിക്കാം. അതാണ് എന്താ? ഗുജറാത്ത്. അല്ലെങ്കിൽ ഗുജറാത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ഏതാണെന്ന് വെച്ചാൽ അതിലൊരു ഓപ്ഷൻ ദാണ്ഡിയ റാസ് ആയിരിക്കും, ബാക്കി മൂന്നെണ്ണം വേറെ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ദാണ്ഡിയ നൃത്തം അല്ലെങ്കിൽ ദാണ്ഡിയ റാസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഗുജറാത്ത് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അടുത്ത രണ്ടെണ്ണം ഏതാണ്? ഗർഭ, ടിപ്പാനി. ഈ മൂന്നെണ്ണം ഗുജറാത്തിന്റെ പേരിൽ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി അടുത്ത ഓപ്ഷൻ നോക്കുക, ഒഡീഷ അല്ലെ. ഒഡീഷന്റെ ചൗ ഡാൻസ്, ഖുമാര, കൊട്ടിപ്പുവ. ഓക്കെ, ഈ മൂന്നെണ്ണം ഒഡീഷയുടെ പേരിൽ നിങ്ങൾ ഓർത്ത് വെക്കണം. ചൗ, ഖുമാര, ഗോട്ടിപ്പുവ. ഈ മൂന്ന് നിങ്ങൾ ഒഡീഷയുടെ പേരിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് സംസ്ഥാനങ്ങളിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് വരുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും മാറില്ല. വൺസ് നിങ്ങൾ കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പിന്നെ ഒരിക്കലും എപ്പോ വേണമെങ്കിലും ചോദിക്കാം, ഏത് എക്സാമിന് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് എന്താ? അവാർഡ്സ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇന്ന അവാർഡ് ഏത് ഫീൽഡിന് കൊടുക്കുകയാണെന്നുള്ളത് വൺസ് ഒരിക്കൽ പഠിച്ചാൽ മതി. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് റിവൈസ് ചെയ്താൽ പിന്നെ ഇത് മറക്കില്ല. അതേപോലെ തന്നെയുള്ള ഒരു ടോപ്പിക്കാണ് എന്താണ്? ഫോക്ക് ഡാൻസുകൾ. ഈ ഫോക്ക് ഡാൻസ്, അതേപോലെ നമ്മുടെ ക്ലാസിക്കൽ നൃത്തങ്ങൾ, ഇതെല്ലാം നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഒരിക്കൽ വൺസ് പഠിച്ചിട്ട് ഇടയ്ക്കൊന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മറക്കില്ല. ഇത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഈ ഫോക്ക് ഡാൻസ് രണ്ട് സംസ്ഥാനങ്ങളിലും മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബാക്കി ഒരുപാടെന്നൂടെ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തു തരും. ഓക്കെ, അപ്പൊ ഇതിൽ ഉത്തരം എന്താ? ദാണ്ഡിയ ഈസ് എ ഫേമസ് ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഏതാ? ഗുജറാത്ത്. ഉത്തരം എന്തായിരിക്കും? ഗുജറാത്ത്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഈസ് റിലേറ്റഡ് ടു വിച്ച് ഡാൻസ്? പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഏത് ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഓരോ എന്താ പറയാ ഡാൻസുകൾക്കും ഓരോ പേരുകൾ, അതിന്റെ എന്താണ് മെയിൻ ആയിട്ടുള്ള ആൾക്കാർ, ഇല്ലെങ്കിൽ അതിന്റെ പ്രൊപ്പഗേറ്റേഴ്സ്, ഇല്ലെങ്കിൽ അതിനോട് അതിനെ ഒരുപാട് നമുക്ക് രാജ്യം അംഗീകരിക്കപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ടാവും. അവരുടെ പേരുകൾ നമ്മൾ ഓർത്ത് വെക്കണം. അപ്പൊ ഇത് പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഈസ് റിലേറ്റഡ് ടു വിച്ച് ഡാൻസ്? ഇത് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. ഓക്കെ, ഇത് ഈ നാലെണ്ണത്തില് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മളോട് ക്ലാസ്സിൽ എടുക്കും. അത് അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ നാലെണ്ണം നോട്ട് ചെയ്ത് വെച്ചോളൂ. ഭരതനാട്യം, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരുകൾ ഏതൊക്കെയാണ്? ഓക്കെ, ഏതൊക്കെയാണെന്നുള്ളത് ഗൂഗിൾ ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ല. കഥക്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരുകൾ ഏതൊക്കെയാണ്? ചെയ്തു വെക്കുക. മണിപ്പൂരി ഏതൊക്കെയാണ്? ചെയ്തു വെക്കുക. കഥകളി ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഏത് ഡാൻസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത എക്സാമ്പിളും കൂടെ ഇത് ചോദിക്കും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒന്നുമില്ല, നിങ്ങളെ പേരടിച്ചാൽ തന്നെ നിങ്ങൾക്ക് വരും, ഗൂഗിളിൽ വരും. ഇനി അത് ഞാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് മറന്നുപോകും. സ്വന്തമായിട്ടൊന്നും എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക ഏതിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ 4 ഓപ്ഷനിലുള്ള പേരുകൾ നിങ്ങൾ ഓർത്ത് വെക്കണം. അതിൽ മെയിൻ ആയിട്ടുള്ള പേരുകൾ, അത് ഏത് സ്ഥലമാണെന്നുള്ളതും. മണിപ്പൂരിൽ നിന്ന് കേട്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഏതോ സംസ്ഥാനം, അല്ലെ? മണിപ്പൂരായിരിക്കും, പോട്ടെ, അത് ഞാൻ പറഞ്ഞു തരില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് അത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സത്രിയ ഈസ് എ ക്ലാസിക്കൽ ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ്? നമുക്ക് 8 ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട് കേട്ടോ. ഈ ട്രൈബൽ ഡാൻസ്, എട്ടാമത്തെ ചോദ്യത്തിലെ ഈ ഫോക്ക് ഡാൻസുകൾ, ട്രൈബൽ ഡാൻസുകളൊക്കെ നമുക്ക് ഒരുപാടെണ്ണം ഉണ്ടാവും. പക്ഷെ ക്ലാസിക്കൽ ഡാൻസ് നമുക്ക് ഇന്ത്യയിൽ മൊത്തം 8 ഉള്ളൂ. ഈ 8 ഏത് സ്ഥലങ്ങളിലാണെന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചിരിക്കണം. ഇതിൽ ഭരതനാട്യം നമുക്ക് അറിയാം. ഭരതനാട്യം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഏത് സംസ്ഥാനത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടു. എല്ലാവരും നോട്ട് ചെയ്തോളൂ കേട്ടോ. ഭരതനാട്യം തമിഴ്നാടു. കഥക് ഉത്തർപ്രദേശ്. കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്, അല്ലെങ്കിൽ ഇപ്പൊ ആന്ധ്രയും തെലങ്കാന ഇപ്പൊ രണ്ടായത് കാരണം ആന്ധ്ര അല്ലെങ്കിൽ തെലങ്കാന. ഒഡീസി, പേര് കേട്ടാൽ തന്നെ അറിയാം, എന്താ? ഒഡീഷ. ഓക്കെ. കഥകളി നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തുള്ളതാണ്. ഏതാണ്? കേരള. മോഹിനിയാട്ടം, അതും എവിടെന്നാ? കേരള. മണിപ്പൂരി, മണിപ്പൂർ. ഇനി സത്രിയ ആസാമാണ് കേട്ടോ. എവിടെ നിന്നാണ്? ആസാം. ഈ 8 ക്ലാസിക്കൽ ഡാൻസുകളും നിങ്ങൾ അത് ഏത് സംസ്ഥാനത്തുനിന്നാണ് എന്നുള്ളത് നോക്കി വെക്കുക. ഇപ്പൊ ഒരു നോർത്ത് ഇന്ത്യക്കാരന് ഈ ഭരതനാട്യം എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണോ കേരളമാണോ ആന്ധ്രയാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. പക്ഷെ നമുക്ക് ഈ ഭരതനാട്യം, അതേപോലെ കഥകളി, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഇത് 4 നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റും, അല്ലെ? പിന്നെ ഒഡീസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഡീഷയാണ്. അത് ആ പേരിൽ നിന്ന് തന്നെ ഒറീസ എന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കഥക് UP, കഥക് എവിടെ നിന്നാണ്? UP ആണ്. സത്രിയ ഏതാണ്? ഏത് സംസ്ഥാനത്തുനിന്നുള്ള ക്ലാസിക്കൽ ഡാൻസ് ആണ്? ആസാം എന്നുള്ളത്. ഇന്ത്യയിലെ 8 ഡാൻസുകളാണ് ക്ലാസിക്കൽ നൃത്തങ്ങളായിട്ട് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ 8 ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിന് മാത്രമാണ് 2 നൃത്തം, വേറെ ഏത് സംസ്ഥാനത്തും 2 ഇല്ല. കണ്ടില്ലേ? കേരളത്തിന് ഏതൊക്കെയാണ്? കഥകളിയും ഉണ്ട്, അതുപോലെ തന്നെ മോഹിനിയാട്ടവും ഉണ്ട്. ഇത് രണ്ടും എവിടെ നിന്നാണ്? കേരളത്തിൽ നിന്നാണ്. ഭരതനാട്യം കേരളമല്ല, ഭരതനാട്യം എവിടെന്നാ? തമിഴ്നാടാണ് കേട്ടോ. അപ്പൊ ഇത് എല്ലാം പഠിച്ചു വെക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? സത്രിയ ഏതാണ് സംസ്ഥാനം? സത്രിയ ആസാമാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഫോക്ക് ഡാൻസ് തന്നെയാണ്, അല്ലെ? നമ്മള് നേരത്തെ കുറച്ച് ഫോക്ക് ഡാൻസ് നോക്കി. ഏതൊക്കെയാണ്? ഒഡീഷയുടെയും ഗുജറാത്തിന്റെയും നോക്കി. അതിൽ നമുക്ക് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഗുജറാത്ത് ആയിരുന്നു. അതേപോലെ അടുത്ത് നമുക്ക് ചർക്കുളം എവിടത്തെയാണ് നോക്കൂ. ഈസ് എ ഫോക്ക് ഡാൻസ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഞാൻ 2 സംസ്ഥാനങ്ങളുടെ എഴുതിയിട്ടുണ്ട്. യുപിയിലെ ഉത്തർപ്രദേശില് ഈ രാസലീല ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. രാസലീല ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ചർക്കുള എന്ന് പറയാൻ കാരണം ഒരുപാട് തവണ ചോദിക്കുന്ന കാരണം അതിൽ കുറച്ചൊന്ന് മാറ്റം വരുത്തി ചോദിച്ചാണ്. ഈ രാസലീലയും ചർക്കുളയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാസലീലാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. ചർക്കുള അധികം അത്ര ചോദിച്ചിട്ടില്ല. പക്ഷെ രാസലീല ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് എവിടെ നിന്നാണ്? UP, ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു ഫോക്ക് ഡാൻസ് ആണ്. പിന്നെ മഹാരാഷ്ട്ര നോക്കൂ, ഏതൊക്കെയാണ്? ലാവണി, തമാശ. ഈ തമാശ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എവിടെ നിന്നുള്ള ഫോക്ക് ഡാൻസ് ആണ് എന്നുള്ള ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര. അപ്പോ മഹാരാഷ്ട്ര ഏതൊക്കെയാണ്? ലാവണി, തമാശ,
ധാങ്കറി രാജ. നിങ്ങൾ ഇത് എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് നിങ്ങളുടെ ബുക്കിലോട്ട് എഴുതി വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ 4 സംസ്ഥാനങ്ങളിലെ ഫോക്ക് ഡാൻസ് നോക്കി. ഈ ചോദ്യത്തിൽ നിന്നും ചർക്കുള അപ്പൊ എവിടത്തെയാണ്? ചർക്കുള എവിടത്തായിരിക്കും? UP. ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ 4 സംസ്ഥാനങ്ങളിലെ നോക്കി. ഏതൊക്കെയായിരുന്നു? നമ്മൾ 8ാമത്തെ ചോദ്യത്തിലെ ഒഡീഷയിലത്തെയും നോക്കി, ഗുജറാത്തിലെയും നോക്കി. ഈ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ നോക്കി? UP യിലെയും നോക്കി, മഹാരാഷ്ട്രയിലെയും നോക്കി അല്ലെ. അപ്പൊ UP യില് രാസ്ലീല ചർക്കുള, മഹാരാഷ്ട്രയിൽ ഏതൊക്കെയാ? ലാവണി, തമാശ, അതുപോലെ ധങ്കറി രാജ. ഈ പേരുകൾ പെട്ടെന്ന് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ അത് എഴുതി വെക്കുക കേട്ടോ. എഴുതി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് മറക്കില്ല. അടുത്ത ചോദ്യം നോക്കാം. കുച്ചിപ്പുടി ഈസ് എ ക്ലാസിക്കൽ ഡാൻസ് ഫോം ഓഫ് വിച്ച് സ്റ്റേറ്റ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. കുച്ചിപ്പുടി എവിടത്തെയാണ്? ആന്ധ്ര അല്ലെങ്കിൽ തെലങ്കാന. അതൊരു ക്ലാസിക്കൽ നൃത്തമാണ് കേട്ടോ. കുച്ചിപ്പുടി ആന്ധ്രയത്തെ ക്ലാസിക്കൽ ഡാൻസ് ആണ്. ഇതിലിപ്പോ തെലങ്കാന എന്നുള്ള ഓപ്ഷൻ രണ്ടും കൂടെ തരില്ല. ഒന്നല്ലെങ്കിൽ ആന്ധ്ര അല്ലെങ്കിൽ തെലങ്കാന എന്ന് തരുള്ളൂ കേട്ടോ. അപ്പൊ കുച്ചിപ്പുടി എവിടത്തെയാണ്? കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിലെ എന്താണ്? ക്ലാസിക്കൽ ഡാൻസ് ആണ്. ആസാമിൽ നമ്മൾ നോക്കിയിരുന്നത് ഏതാണ്? സത്രിയ. കർണാടകയില് ഇല്ല, മണിപ്പൂരിലും ഇല്ല. ഏതാ ക്ലാസിക്കൽ ഡാൻസ്? 8 ഉള്ളൂ അല്ലെ. ആ 8 ആന്ധ്രയുണ്ട്, ആസാമും ഉണ്ട്. ആസാമിലെ എന്താണ്? സത്രിയ എന്നുള്ളത് നമ്മൾ പഠിച്ചു. ആന്ധ്രാപ്രദേശിലാണെങ്കിൽ എന്താണ്? മോഹിനിയാട്ടം. കേരളത്തിലാണെങ്കിൽ ഭരതനാട്യം ഉണ്ട്. അതുപോലെ തന്നെ ഏതാണ്? മോഹിനിയാട്ടം ഉണ്ട്. സോറി, ഭരതനാട്യം തമിഴ്നാട്ടിലെയാണ്. കേരളത്തിൽ ഏതൊക്കെയാണ്? കഥകളി ഉണ്ട്, മോഹിനിയാട്ടം ഉണ്ട്. UP യിൽ എന്തായിരുന്നു? UP യിൽ കഥക് അല്ലെ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി 8ാമത്തെ 10ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉത്തരം ആന്ധ്രാപ്രദേശ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The origin of most of the classical dance forms of India is? ഈ ക്ലാസിക്കൽ നൃത്തത്തിന്റെ ഒറിജിൻ എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്നാണ് ചോദിക്കുന്നത്. യജുർവേദം, സാമവേദ, അർത്ഥശാസ്ത്ര, നാട്യശാസ്ത്ര. ഇത് പേര് കണ്ടതിനാണോ? നാട്യ എന്ന് പറഞ്ഞ എന്താണ്? നൃത്തം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഏതായിരിക്കും? നാട്യശാസ്ത്രമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. അർത്ഥശാസ്ത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണക്യന്റെ എന്താണ്? ചാണക്യനാണ് അർത്ഥശാസ്ത്രം എഴുതിയിട്ടുള്ളത്. അതായത് ഭരണ സംവിധാനം എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് അർത്ഥശാസ്ത്രം ഉള്ളത്. യജുർവേദം, സാമവേദം അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഹിസ്റ്ററി പഠിക്കും, നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഇത് ഈ ചോദ്യത്തില് അതിന്റെ ഓപ്ഷൻസ് നേരെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ക്ലാസിക്കൽ നൃത്തങ്ങൾ ഇന്ത്യയിലെ എവിടെ നിന്നാണ്, എന്താണ് അതിന്റെ ഒറിജിൻ, ഉത്ഭവം എവിടെ നിന്നാണെന്ന് വെച്ചാൽ അത് എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? നാട്യശാസ്ത്രത്തിലാണ്. സോ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ വാസ് ക്രിപ്സ് മിഷൻ കെയിം ടു ഇന്ത്യ? ഈ ക്രിപ്സ് മിഷനൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, അതിനൊരു അസംബ്ലി വേണം, ഇത് എഴുതാൻ വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണം എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാരായിട്ട് ഓഫർ ചെയ്ത 3 കാര്യമുണ്ട്. ഏതൊക്കെയായിരുന്നു? ഓർമ്മയുണ്ടോ? ഒന്ന് 1940, 1942, 1946. 40 പറയുന്നത് എന്തായിരുന്നു? ഓഗസ്റ്റ് ഓഫർ. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓഗസ്റ്റ് ഓഫർ. 42 ക്രിപ്സ് മിഷൻ, 46 ക്യാബിനറ്റ് മിഷൻ. അതിനു മുമ്പ് 1932, 1935. 32 ഒരു വ്യക്തിയാണ്, അത് ഇന്ത്യക്കാരുടെ ആവശ്യമായിരുന്നു. 1932. 35 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെ, MN റോയ്. പേര് എനിക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 1932 MN റോയ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന് ആവശ്യപ്പെട്ടത് ഒരു വ്യക്തിയാണ് 1932. അദ്ദേഹത്തിന്റെ പേരാണ് MN റോയ്. 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, INC എന്നാണ് ഷോർട്ട് ഫോം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് എന്താ? ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന് ഒഫീഷ്യലായിട്ട്. അന്നുള്ള ഇന്ത്യക്കാരെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടത് 1935. പിന്നീട് 2ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യക്കാരെ ഒന്ന് സോപ്പിടാൻ വേണ്ടി ബ്രിട്ടീഷുകാർ തന്നെ പറയണം, നിങ്ങൾക്ക് 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് നമ്മൾ സ്വാതന്ത്ര്യം തരാൻ പോവാണ്, അതിന് മുമ്പായിട്ട് സ്വാതന്ത്ര്യം തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. എന്നിരുന്നാലും എന്താണ്, നിങ്ങൾക്ക് ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം ഭരണാവകാശം എന്നുള്ളത് കേട്ടോ. ഫുള്ള് ഇൻഡിപെൻഡൻസ് അല്ല, ഫുള്ള് സ്വാതന്ത്ര്യം തരാന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് മൂന്ന് സന്ദർഭങ്ങളിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഓഗസ്റ്റ് ഓഫർ 1940, വർഷങ്ങൾ ഓർത്ത് വെച്ചോളൂ. 1942 ക്രിപ്സ് മിഷൻ,
46 ക്യാബിനറ്റ് മിഷൻ. അതിൽ ചോദ്യം എന്താ, ക്രിപ്സ് മിഷൻ എപ്പോഴാണ് വന്നത് എന്നാണ് ചോദ്യം. ക്രിപ്സ് മിഷൻ എന്നായിരുന്നു? 1942 അല്ലെ. ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇനി 15ാമത്തെ ക്വസ്റ്റിനിലോട്ട് പോവാം. ഇന്ദിരാഗാന്ധി ഗോൾഡ് കപ്പ് ഈസ് റിലേറ്റഡ് ടു വിച്ച് സ്പോർട്ട്? ഞാൻ പറഞ്ഞു അവാർഡുകളെ കുറിച്ച് നിങ്ങൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവാർഡുകളെ പോലെ തന്നെ നിങ്ങൾ അടുത്ത് നോക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കപ്പുകൾ. ഓക്കെ, ഓരോ സ്പോർട്സിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇപ്പൊ നമുക്ക് സന്തോഷ് ട്രോഫി ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? സന്തോഷ് ട്രോഫി എന്താണ്? ഫുട്ബോൾ ആണ്. അതിൽ ഇന്ദിരാഗാന്ധി ഗോൾഡ് കപ്പ് ഹോക്കിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി എന്താണ്? ഗോൾഡ് കപ്പ് ഹോക്കി. അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് ഗെയിംസിന്റെ ട്രോഫീസ് ഓരോരുത്തരുടെ പേരിലായിരിക്കും അറിയപ്പെടുക. ആ ട്രോഫീസ് ഏത് ഗെയിമിനോട് അനുബന്ധിച്ചിട്ടാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ടൊന്ന് നിങ്ങളായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കണം. നമ്മളത് ഡിസ്കസ് ചെയ്യും, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതിനു മുമ്പ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സ്വന്തമായിട്ടൊരു എഫേർട്ട് വേണം, നിങ്ങളത് ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ പറയുന്ന ഓർത്ത് വെച്ചോളൂ. നൃത്തങ്ങൾ അല്ലെ, ഫസ്റ്റ് ഏത് ചോദ്യം ഞാൻ ഉത്തരം പറഞ്ഞെന്നുണ്ടായിരുന്നില്ല. എന്തായിരുന്നു? നൃത്തങ്ങൾ, ഇമ്പോർട്ടന്റ് നൃത്തങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളും. അത് നിങ്ങൾ ഗൂഗിള് ചെയ്തിട്ട് നമ്മൾ എടുത്തുതരും. അതിന് മുമ്പ് നിങ്ങൾ എടുത്തു വെക്കുക. അതേപോലെ ഈ അവാർഡുകൾ, മെയിൻ ആയിട്ടുള്ള അവാർഡുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ഇപ്പൊ അർജുന അവാർഡ് സംതിങ് നമ്മൾ ഒരു ചോദ്യത്തിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇന്ത്യയിലെ ഇമ്പോർട്ടന്റ് അവാർഡുകൾ ഏതൊക്കെയാണ്, അത് എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളത്. പിന്നെയോ ഇതേതാ? ഗെയിംസ്, ഓരോ ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള കപ്പുകൾ. ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള കപ്പുകൾ. ഈ ഈ കപ്പുകൾ ഏതിനൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് വെക്കണം. ഈ 3 ടോപ്പിക് നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് നാളെ തരുന്നതായിരിക്കും. നാളെ കഴിഞ്ഞിട്ടുള്ള അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് എ വെക്ടർ? വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഫിസിക്സിൽ വരുന്നതാണ് കേട്ടോ. വെക്ടറും സ്കേലാറും. എന്താ വെക്ടർ, എന്താ സ്കേലാർ? വെക്ടർ അതേപോലെ എന്താ സ്കേലാർ? ക്വാണ്ടിറ്റീസ് അല്ലെ. വെക്ടർ അല്ലെങ്കിൽ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അതിന്റെ അളവ് മാത്രമല്ല, എന്താണ്? മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല നമ്മൾ അതിനെ നോക്കുക. നമ്മൾ എന്ത് നോക്കും? അതിന്റെ ഡയറക്ഷനും കൂടെ നോക്കും. സ്കേലാർ ആണെങ്കിൽ അതിന്റെ അളവ് എന്താണ്? അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ എന്താണ് നോക്കുള്ളൂ. അപ്പൊ അങ്ങനത്തുള്ള ക്വാണ്ടിറ്റിയാണ് എന്താണ്? മാഗ്നിറ്റ്യൂഡും അതിന്റെ അളവും അറിയണം. അത് ഏത് ദിശയിലാണ് പോകുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തുള്ള ക്വാണ്ടിറ്റി നമ്മൾ എന്താ പറയാ? വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയും. ഇല്ല നമ്മൾ അതിന്റെ അളവ് മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് ഞാൻ എന്താ പറയാ? സ്കേലാർ എന്ന് പറയാം. എന്താ പറയാ? സ്കേലാർ എന്ന് പറയും. ഇപ്പൊ നോക്കൂ, ലെങ്ത് അല്ലെ, ഒന്നാമത്തെ ഓപ്ഷൻ ലെങ്ത്. നീളം നമ്മൾ എത്ര നീളം ഉണ്ടെന്ന് മാത്രമേ നോക്കുള്ളൂ അല്ലെ, അളവാണ് അത്. എത്ര നീളം ഉണ്ടെന്ന് നോക്കുള്ളൂ. ഏത് ദിശയിലാണ് നീളം എന്ന് നമ്മൾ നോക്കാറില്ല അല്ലെ. ഇപ്പൊ എന്റെ ഹൈറ്റ്, ഒരാളുടെ ഹൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 170 അല്ലെങ്കിൽ 180 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? അത് നീളം. അത് ഏത് ഡയറക്ഷനിലാണ് അതിന്റെ ഹൈറ്റ് നമ്മൾ നോക്കാറില്ല. അതിന്റെ ആവശ്യം നമുക്കില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലെങ്ത് എന്താണ്? അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി മാസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ? പിണ്ഡം അല്ലെ. ഈ മാസ് ഇത്ര kg, ഇത്ര കിലോഗ്രാം ആണ് എന്ന് പറയുമ്പോ വെയിറ്റ് അല്ല കേട്ടോ. മാസ് എന്ന് പറഞ്ഞാൽ പിണ്ഡം എന്നാണ് പറയാ, വെയിറ്റ് അല്ല. ഇത് ഇത്ര കിലോഗ്രാം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിലാണ് ഇത്ര കിലോഗ്രാം നമ്മൾ നോക്കാറുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് അതൊരു സ്കേലാർ ആണ്. സമയം, ടൈം, എന്താ സമയം? നമ്മൾ ഇത്ര സമയമായി, 1 മണിക്കൂറായി, 2 മണിക്കൂറായി എന്നല്ലാതെ ഇന്ന ദിശയിൽ ഇത്ര മണിക്കൂറായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ ദിശ നോക്കാതെ പറയുന്ന ഒരു കാര്യമാണെന്ത്? അല്ലെങ്കിൽ ഡയറക്ഷൻ നോക്കാതെ പറയുന്ന ഒരു കാര്യമാണെന്ത്? സമയവും. അപ്പൊ സമയം എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അടുത്ത എന്താ? ഡിസ്പ്ലേസ്മെന്റ്. ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് എന്നും കൂടെ നമ്മൾ നോക്കും. ഇത്ര ദൂരം, ഇപ്പൊ 1 കിലോമീറ്റർ അവൻ കിഴക്ക് വശത്തോട്ട് പോയി എന്ന് പറഞ്ഞു, അവൻ 1 കിലോമീറ്റർ പോയി എന്ന് പറഞ്ഞാൽ അത് ഡിസ്റ്റൻസ് എന്നാ പറയാ കേട്ടോ. ഇപ്പോ ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് രണ്ടെണ്ണമാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. കാരണം എന്താ വെച്ചാൽ ഒരാള് 5 കിലോമീറ്റർ അവൻ സഞ്ചരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്റ്റൻസ് ആണ്. അതിനെ നമ്മൾ ഏത് ദിശ നോക്കുന്നില്ല. 5 കിലോമീറ്റർ അവൻ കിഴക്ക് ദിശയിൽ അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിൽ പോയി, അല്ലെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ പോയി എന്ന് ആ ഡയറക്ഷനും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സോ നമ്മുടെ ഉത്തരം വെക്ടർ ക്വാണ്ടിറ്റി ഏതാ? ഉത്തരം ഏതാ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 17.
A body completes a circular path and returns to its starting point. Which statement is true? A body completes a circular path and return to its starting point. ഒരു ഒബ്ജക്റ്റ്, ഒരു ബോഡി ഒരു സർക്കുലർ പാത്ത്, റൗണ്ടില് ഒരു സർക്കുലർ പാത്ത് പോയിട്ട് ഒരു പോയിന്റ് തന്നെ എത്തുന്നു. ഓക്കെ, പോയിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ എന്താണ്, അത് എത്തുകയാണ്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ എന്താണ്, ഈ ഒബ്ജക്റ്റ് തിരിച്ചെത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒരു ഒബ്ജക്റ്റ് ഇത്രയും ദൂരം പോയി എന്ന് വിചാരിക്കും. അതേ ദൂരം അത് തിരിച്ച് സഞ്ചരിക്കുകയാണെങ്കിൽ, ഇതിപ്പോ ഒരു 10 മീറ്റർ ആണ് ഇങ്ങോട്ട് വരുന്നത്, തിരിച്ചും 10 മീറ്റർ വരികയാണെന്നുണ്ടെങ്കിൽ അതേ പോയിന്റ്, സെയിം പോയിന്റിലേക്ക് കേട്ടോ, ഇതേ ഒരു സെയിം പോയിന്റിലേക്ക് 10 മീറ്റർ അത് പോയി തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഇത് സഞ്ചരിച്ച ദൂരം 20 മീറ്റർ ആണ്. അത് ഡിസ്റ്റൻസ് എത്രയാണ്? 10 എത്ര ആയിരിക്കും? 20. പക്ഷെ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണക്കാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ പഠിച്ചു വന്നാണ് ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണല്ലോ, അതിന്റെ ദിശയും കൂടെ കണക്കാക്കും. അപ്പൊ ഒരു സാധനം ഇവിടെ നിന്ന് പോയി തിരിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവൻ എവിടെ എത്തിയിട്ടില്ല, അവൻ അവിടെ തന്നെ നിൽക്കുന്ന ഒരു എഫക്റ്റ് ആണല്ലേ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിശയും കൂടെയാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എത്ര ദൂരം പോയി ആ അളവ് മാത്രമേ നോക്കുന്നുള്ളൂ. ഡിസ്പ്ലേസ്മെന്റിൽ എന്താണ്, അവൻ പോയിട്ട് തിരിച്ച് അതേ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ അവന്റെ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നോക്കണം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നുള്ളത് നോക്കിയാലാണ് നമുക്ക് എന്ത് കിട്ടുക, ഡിസ്പ്ലേസ്മെന്റ് കിട്ടുക. അല്ലാതെ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളത് ഡിസ്റ്റൻസ് ആണ്, അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അവൻ ഏത് ദിശയിൽ പോയി ഇങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവസാനം എന്തായി, അവൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ എത്തുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്താവും, 0. പക്ഷെ ഡിസ്റ്റൻസ് എന്തായിരിക്കും, അവൻ പോയി വന്ന ആ ദൂരം മുഴുവൻ നമ്മൾ കണക്കാക്കേണ്ടി വരും. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റും അവന്റെ ഫൈനൽ പോയിന്റും അവന്റെ തുടക്കവും അവൻ അവസാനിക്കുന്ന ആ പോയിന്റും തമ്മിലുള്ള വ്യത്യാസമാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ പോയിട്ട് തിരിച്ച് ഒരേ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ ഇവിടെ പറയുന്ന എന്താണ്, ഈ ചോദ്യത്തില് ഒരു സർക്കുലർ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റിന് എൻഡ് ചെയ്യുന്ന എന്താണ്, അതേ പോയിന്റിലേക്ക് എത്തി, സെയിം പോയിന്റിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും, 0. സോ ഇതിൽ നോക്കൂ, ഇത് ഡിസ്പ്ലേസ്മെന്റ് ഇസ് നോൺ 0 എന്ന് പറയുന്നത് തെറ്റാണ് ഓപ്ഷൻ. ബോത്ത് ആർ നോൺ 0, രണ്ടും നോൺ 0 ആണ്. അല്ല, എന്താണ്, നമുക്ക് നോക്കാം. ഇപ്പൊ ഡിസ്റ്റൻസ് ഈ റൗണ്ട് മൊത്തം കണക്കാക്കണം അല്ലെ, ഡിസ്റ്റൻസ് മൊത്തമായിട്ട് കണക്കാക്കണം. അപ്പൊ ഡിസ്റ്റൻസ് ഉണ്ട്, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിംഗ് പോയിന്റ് സെയിം ആയത് കാരണം ഡിസ്പ്ലേസ്മെന്റ് എന്തായി, 0 ആയി. അപ്പൊ ഡിസ്റ്റൻസ് 0 അല്ല, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എന്തായി, 0 ആയി. ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഏതൊക്കെ വഴി കൂടെ പോകണം ആ വഴിയൊക്കെ അളക്കണം, എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളത്, അതാണ് ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കവും ഒടുക്കവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്. ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിംഗ് പോയിന്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ തുടക്കവും ഒടുക്കവും തമ്മിൽ വ്യത്യാസമില്ല, അപ്പൊ 0 ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. പക്ഷെ ഡിസ്റ്റൻസ് 0 അല്ല. ഡിസ്റ്റൻസ് 0 അല്ല എന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഈസ് നോൺ 0, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, 0 ആണ്. അപ്പൊ ഉത്തരം എന്തായിരിക്കും, ഓപ്ഷൻ പി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. SI യൂണിറ്റ് ഓഫ് സ്കാലാർ പ്രൊഡക്റ്റ് വർക്ക്. SI യൂണിറ്റ് ഓഫ് സ്കാലാർ പ്രൊഡക്റ്റ് ഓഫ് വർക്ക്, വർക്കിന്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദ്യം. ഒരു കാര്യം മനസ്സിലാക്കണം, വർക്കിന്റെ യൂണിറ്റ്, വർക്കിന്റെ ഇക്വേഷൻ ആദ്യം പറഞ്ഞുതരാം ഞാൻ. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഇനി വർക്കിന്റെ യൂണിറ്റ് ജൂൾസ്. എന്തായിരിക്കും വർക്കിന്റെ യൂണിറ്റ്? ജൂൾ. അതേപോലെ തന്നെ എനർജിയുടെ യൂണിറ്റും ജൂൾസ് ആണ്. രണ്ടും ശ്രദ്ധിക്കണം കേട്ടോ. എനർജിയുടെ യൂണിറ്റും എന്താ, ജൂൾസ് ആണ്. അപ്പൊ വർക്കും എനർജിന്റെയും യൂണിറ്റ് സെയിം ആണ്. അതെങ്ങനെ ഓർത്ത് വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എനർജി ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. നമുക്ക് എനർജി ഉണ്ടെങ്കിലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എത്രത്തോളം എനർജി ഉണ്ടോ അത്രത്തോളം മാത്രമേ നമുക്ക് എന്താണ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോ എനർജിയും വർക്കും സെയിം ആണ്. ഇനി നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നോ അത് എനർജി ആയിട്ട് മാറും. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി പോകും, പക്ഷെ വേറെ എന്തെങ്കിലും സാധനത്തിന് എനർജി ആയിട്ട് മാറും. പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫിസിക്സിൽ പഠിക്കും. അപ്പോ വർക്കിന്റെയും എനർജിയുടെയും എത്ര എനർജി ഉണ്ട് അത്രേ പണി ചെയ്യാൻ പറ്റുള്ളൂ, അത്രേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഓർത്ത് വെക്കുക. രണ്ടിന്റെയും യൂണിറ്റ് സെയിം ആണ്. രണ്ടിന്റെയും യൂണിറ്റ് എന്താണ്, ജൂൾസ്. നമുക്ക് ഉത്തരം എന്തായിരിക്കും, ജൂൾസ്. ഇനി അടുത്ത ഓപ്ഷൻസ് ഒക്കെ നോക്കൂ. ന്യൂട്ടൺ. ന്യൂട്ടൺ എന്തിന്റെ യൂണിറ്റ് ആണ്? ഇവിടെ എഴുതാം, ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്.
ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ന്യൂട്ടൺ എന്ന് പറഞ്ഞ ആ പേര് നമുക്ക് സുപരിചിതമാണ് അല്ലെ. ഇപ്പൊ ന്യൂട്ടൺ എന്താ പറഞ്ഞ ചലന നിയമം, ലോ ഓഫ് മോഷൻ, മൂന്ന് നിയമങ്ങളുണ്ട് അല്ലെ. ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ ഉണ്ട്, ചലന നിയമങ്ങൾ 1, 2, 3. ഈ ചലനങ്ങളെ കുറിച്ചും ഫോഴ്സിനെ കുറിച്ചൊക്കെ പഠിച്ചത് നമുക്ക് ചലനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴേ നമുക്ക് ഫോഴ്സിനെ കുറിച്ച് പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തി അതിനെ ആധികാരികമായിട്ടുള്ള ഒരു തിയറി ഉണ്ടാക്കി. അത് ഇതുവരെ ആർക്കും എന്താണ് അതിനെപ്പറ്റി ഒരു കുറവും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് തന്നെ ഇട്ടിരിക്കുകയാണ്, ന്യൂട്ടന്റെ പേര് തന്നെയാണ്. സോ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ഇനി വാട്ട്, പവറിന്റെ യൂണിറ്റ് ആണ്. പവറിന്റെ യൂണിറ്റ് ആണ് എന്താ വാട്ട്. ഇനി പ്രഷർ, പ്രഷറിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. ഓക്കെ, നിങ്ങൾ ഓർത്തു വെക്കുക ഓരോന്നിന്റെയും കേട്ടോ. എന്താ വർക്കിന്റെയും എനർജിന്റെയും യൂണിറ്റ് എന്താണ്? ജൂൾസ് ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് എന്താ? ന്യൂട്ടൺ. പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. അതേപോലെ പ്രഷറിന്റെ യൂണിറ്റ് ആണ് എന്താ? പാസ്കൽ. ഇപ്പൊ 4 ഓർത്ത് വെക്കുക കേട്ടോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇത് ഫോർമുലയാണ്. ഫോർമുല ഇപ്പൊ തൽക്കാലം വേണ്ട, നിങ്ങൾ ഇത് മാത്രം ഓർത്ത് വെക്കുക കേട്ടോ. വർക്കിന്റെയും എനർജിന്റെയും യൂണിറ്റ് ജൂൾസ് ആണ്. ബാക്കി ഈ 3 യൂണിറ്റ് ഏതിന്റെയൊക്കെ ആയിരുന്നു? ന്യൂട്ടൺ. ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്, പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്, പ്രഷറിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 19ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ പ്രസന്റ് ഇൻ ദ ഇന്നർ വാൾ ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ നമ്മൾ ഇൻറ്റസ്റ്റൈൻ എല്ലാം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൽ മേലത്തെ പാർട്ടിന്റെ പേരെന്താണ്, താഴത്തെ പാർട്ടിന്റെ പേരെന്താണെന്നുള്ളത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് തോന്നുന്നു കേട്ടോ. അത് ഓക്കെ, അത് 21ാമത്തെ ക്വസ്റ്റ്യനിൽ അത് വരുന്നുണ്ട്. 19ാമത്തെ ക്വസ്റ്റ്യനിൽ നോക്കൂ. ഈ ഡ്യോഡനം, ജിജനം, ഇല്യമെല്ലാം ഇൻറ്റസ്റ്റൈനിന്റെ മേലത്തെ ഭാഗം, താഴത്തെ ഭാഗം, നടുവിലത്തെ ഭാഗമായിട്ടുള്ള ഡിവിഷൻസിന്റെ പറയുന്ന പേരാണ്. പക്ഷെ സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ ഉള്ളില് ചെറിയ ചെറിയ വിരലുകൾ പോലെയുള്ള ഒരു പ്രൊജക്ഷൻസ് ഉണ്ട്. ഈ പ്രൊജക്ഷൻസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ്. ചെറിയ ചെറിയ പ്രൊജക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിൽ ടോട്ടൽ ഏരിയ കൂടും അല്ലെ. നിങ്ങൾ ഒരു വെള്ള കടലാസ്, ചുമ്മാ ഒരു വെള്ള കടലാസ് എടുത്ത് വെക്കുന്നതും അതേ വെള്ള കടലാസിന്റെ മേലെ നമ്മൾ കുറെ, അല്ലെങ്കിൽ അതിങ്ങനെ മടക്കി 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 വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് അതിൽ ചെറിയ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ മേലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഏരിയ കൂടും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും മേലെ വെള്ളം ഒഴിക്കണമെങ്കിൽ ആ വെള്ളം തട്ടുന്ന ഏരിയ കൂടും. നമ്മുടെ ഇൻറ്റസ്റ്റൈൻ പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രം എന്താണ് ഫുഡിനെ തട്ടാനുള്ള സ്ഥലമുള്ളൂ. പക്ഷെ അതിന് മേലെ മേലേക്ക് പ്രൊജക്ഷൻസ് ഉണ്ടെങ്കിലോ ആ തട്ടുന്ന ഏരിയ കൂടും. ആ ഏരിയ കൂടി നമുക്ക് എന്തായിരിക്കും, നമ്മുടെ ഫുഡിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഇൻറ്റസ്റ്റൈനിന് കൂടും. അപ്പൊ ആ സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എന്ന് പറയുന്ന പേരാണെന്ത്? വില്ലി. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എന്തായിരുന്നു? ഓപ്ഷൻ ബി. ബാക്കി 3 ഓപ്ഷൻസ് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ ഉള്ളിൽ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ചെറിയ വിരലുകൾ പോലെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ പറയുന്ന പേരെന്താണ്? വില്ലി. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എൻസൈം ബ്രേക്സ് പ്രോട്ടീൻ ഇൻടു പെപ്റ്റോൺ? പെപ്സിൻ ആണ് ഉത്തരം. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഉത്തരം. വിച്ച് എൻസൈം ബ്രേക്സ് പ്രോട്ടീൻ ഇൻടു പെപ്റ്റോൺ. ഇനി ബാക്കി എൻസൈംസ് എന്തൊക്കെയാണ് എങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വരുന്നതിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ പ്രോട്ടീനെ പെപ്റ്റോൺ ആക്കി മാറ്റുന്ന ആ എൻസൈമിന്റെ പേരാണ് എന്താ? പെപ്സിൻ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം 20ാമത്തെ. ഇനി 21ാമത്തെ. അപ്പർ പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് കോൾഡ്. സ്മോൾ ഇൻറ്റസ്റ്റൈന്റെ മേൽഭാഗത്തെ പറയുന്ന പേരെന്താണ്? നമുക്ക് ഈ ചിത്രം കണ്ടാ അറിയാം. മേൽഭാഗത്തിന് പറയുന്ന പേരെന്താ? ഡ്യോഡനം അല്ലെ. നടുവിലത്തെ ഭാഗത്തെ പറയുന്ന പേരെന്താ? ജിജനം. മൂന്നാമത്തെ ഏറ്റവും താഴത്തെ ഭാഗത്തെ പറയുന്ന പേരെന്താ? ഇലിയം. സോ ഇത് ഓർത്ത് വെച്ചോളൂ. DJI എന്ന് ഓർത്ത് വെച്ചാൽ മതി. DJI ഡ്യോഡനം, പിന്നെന്താ? ജിജനം, പിന്നെ ഇലിയം. DJI. ഇതിൽ ഏതാ ചോദിക്കുന്നത്? അപ്പർ പാർട്ട് എന്ന് പറഞ്ഞാൽ ഡി. ഏറ്റവും മേലേതാണ് ഡി. ഡി ഏതാ? എന്താ ഉത്തരം? ഡ്യോഡനമാണ് ഉത്തരം. വില്ലി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ ഇൻറ്റസ്റ്റൈനിന്റെ ഉള്ളില് ചെറിയ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് വരുന്ന എന്താണ് ആ ഭാഗത്തെ പറയുന്ന ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ പറയുന്നതാണ് എന്ത്? വില്ലി. ബാക്കി 3 എന്താണ്? ഈ സ്മോൾ ഇൻറ്റസ്റ്റൈന്റെ 3 പാർട്ടായി തിരിച്ചിരിക്കുകയാണ്. എന്താണ്? DJI. DJI. ഡ്യോഡനം, ജിജനം,
പിന്നെന്താ? ഇല്ലിയം. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നടുക്കത്തെ ഭാഗം ഏതാണ്, മേലത്തെ ഭാഗം ഏതാണ്, താഴത്തെ പാർട്ട് ഏതാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഈ വില്ലിയം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ 4 പേര് എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കണം. ഏതൊക്കെയാണ്? ഡി, ജെ, ഐ, പിന്നെ വില്ലി. ഓക്കെ, ഫിംഗർ ലൈക്ക് പൊസിഷൻ എന്താണ്? വില്ലി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 22ാമത്തെ. വിച്ച് വൺ കാരീസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ദ ലങ്സ്? വിച്ച് വൺ കാരീസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ദ ലങ്സ്? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് പമ്പ് ചെയ്യണത് അല്ലെ, ബ്ലഡ് എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് പമ്പ് ചെയ്ത് പോകുന്നത് ഹാർട്ടിൽ നിന്നാണ്, ഹൃദയത്തിൽ നിന്നാണ്. തിരിച്ച് ബ്ലഡൊക്കെ തിരിച്ചു വരുന്നതും ഹാർട്ടിലേക്കാണ്. ഓക്കെ, അപ്പൊ ഞാന് ഈ ഹാർട്ടും ബോഡിയും കണ്ടില്ലേ, ഇവിടെ വരച്ചേക്കുന്നത് നോക്കിയോളൂ. ഈ ഹാർട്ടും ബോഡിയും, ഈ ഹാർട്ടിൽ നിന്നാണ് എന്താണ് ബ്ലഡ് എല്ലാവിടേക്കും അല്ലെ പമ്പ് ചെയ്ത് ബോഡിന്റെ എല്ലാവിടേക്കും പറഞ്ഞു വിട്ടു. ബോഡിന്റെ അവിടെ എല്ലാവിടേക്കും പറഞ്ഞു വിടാൻ കാരണം എന്താണ്? അതില് ഓക്സിജൻ കൊണ്ടുപോകുന്നുണ്ട് അല്ലെ. ഈ ബ്ലഡ് ആണ് ഓക്സിജൻ എല്ലാ ബോഡിന്റെ എല്ലാവിടേക്കും എത്തിക്കുന്നത്. തിരിച്ച് അതേപോലെ ബോഡിന്റെ എല്ലാ ഭാഗത്തും തിരിച്ച് എങ്ങോട്ട് വരും? തിരിച്ച് ഹാർട്ടിലേക്ക് തന്നെ വരും. ആ വരുന്ന ബ്ലഡിലേക്ക് ഓക്സിജൻ ഉണ്ടാവില്ല. കാരണം എന്താണ്? ഈ ഓക്സിജൻ ബോഡിയുടെ എല്ലാ സെൽസിലേക്കും എത്തിക്കും. എല്ലാ സെൽസിലേക്കും എത്തിച്ചു കഴിഞ്ഞാൽ ആ സെൽസ് അത് ഉപയോഗിച്ചിട്ട് തിരിച്ച് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് എവിടേക്ക് വരും? ഹാർട്ടിലേക്കാണ് ആദ്യം വരിക, എന്നിട്ടാണ് ലങ്സിലേക്ക് പോവുക കേട്ടോ. അപ്പോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ഹാർട്ടിൽ നിന്നും ബോഡിയിലേക്ക് വരുന്ന എന്താണ്? ഓക്സിജൻ നിറയെ ഉള്ള ബ്ലഡ് ആണ് ഹാർട്ടിൽ നിന്നും ബോഡിന്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്നത്. ഇത് കൊണ്ടുവന്ന ആർട്ടറീസ് ആണ്. ഇനി തിരിച്ച് ഓക്സിജൻ വളരെ കുറഞ്ഞിട്ടുള്ള ബ്ലഡ്, അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒരുപാടുള്ള ബ്ലഡ്, അതിനെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എന്നാ പറയാ കേട്ടോ. ഓക്സിജൻ കുറഞ്ഞതിന് എന്താ പറയാ? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയും. അത് തിരിച്ചു കൊണ്ടുവരുന്ന ആരാണ്? വെയിൻസ് ആണ്. പല കുട്ടികളും ഞാൻ പറയുന്നത് വെയിൻ ആണ് ശരീരത്തിന്റെ എല്ലാവിടേക്കും പോകുന്നത്, എല്ലാം കൊണ്ടുപോകാൻ. അങ്ങനെയല്ല, ഹാർട്ടിൽ നിന്നും ബോഡിന്റെ എല്ലാ ഭാഗത്തേക്കും നല്ല ശുദ്ധ രക്തം, അതായത് ഓക്സിജൻ നിറയുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയും. ഓക്സിജൻ നിറയുള്ളതിന് എന്താ പറയാ? ഓക്സിജനേറ്റഡ്. ഓക്സിജൻ കുറവുള്ളതിനെ എന്താ പറയാ? ഡീഓക്സിജനേറ്റഡ്. ഓക്സിജൻ കുറവെന്ന് പറഞ്ഞാൽ അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോ ആർട്ടറീസ് ആണ് എന്താണ്? എല്ലാവിടേക്കും കൊണ്ടുപോകുന്നത് കേട്ടോ. എല്ലാവിടേക്കും തിരിച്ച് ഹാർട്ടിലേക്ക് എല്ലാവിടെ നിന്നും ഈ വൃത്തികെട്ട ബ്ലഡ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ ബ്ലഡിനെ കൊണ്ടുവരുന്ന ആരാണ്? വെയിൻസ് ആണ്. ഇനി ഹാർട്ട് മാത്രം മതിയോ? ഇല്ല, ഹാർട്ട് എന്താണ്? ഒരു പമ്പാണ് അല്ലെ എല്ലാവിടേക്കും. പക്ഷെ ഈ നല്ല എന്താണ് കാർബൺ ഡൈ ഓക്സൈഡുള്ള ബ്ലഡിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ ശുദ്ധീകരിച്ചിട്ട് വിടണം. ഈ ശുചീകരിക്കുന്ന പരിപാടി ഹാർട്ട് ചെയ്യുന്നില്ല. അത് എവിടെ ചെയ്യുന്നത്? അത് ലങ്സ് ആണ് ചെയ്യുന്നത്. അതാരാ ചെയ്യുന്നത്? ലങ്സ്. അപ്പൊ ഇതിന്റെ ഇടയിൽ എവിടെയോ ഈ ഹാർട്ടിൽ നിന്ന് ശരീരത്തിന്റെ എല്ലാവിടേക്കും പോകുന്നുണ്ട്. തിരിച്ചെന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്കും വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ എവിടെ എന്താണ്? ഈ ഹാർട്ട് കൊണ്ടുപോയിട്ട് ലങ്സിന്റെ ഈ ബ്ലഡ് കൊടുത്തിട്ട് അതിനെ ശുചീകരിക്കണം. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് പിന്നെയും എന്ത് ചെയ്യണം? അതിൽ കുറച്ച് ഓക്സിജൻ നിറച്ച് ഇങ്ങോട്ട് തിരിച്ച് പിന്നെയും കൊണ്ടുവരണം. അത് നടത്തുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു 2 പ്രോസസ്സാണ് ഇതിന്റെ ഇടയിൽ. ഇന്നൊക്കെ ഇവിടുന്ന് നല്ല ബ്ലഡ് പോകുന്നു, തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ ബ്ലഡ് തിരിച്ചു വരുന്നു. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ ബ്ലഡിനെ തിരിച്ച് എങ്ങോട്ട് കൊണ്ടുപോകണം? എവിടെ കൊണ്ടുപോകണം? ലങ്സിലേക്ക് കൊണ്ടുപോകണം. ഇത് കൊണ്ടുപോകുന്നത് പൾമനറി ആർട്ടറി. ഇതിൽ ഓക്സിജൻ കുറവായിരിക്കും. അപ്പൊ ആർട്ടറി നല്ല ബ്ലഡ് മാത്രമല്ല കൊണ്ടുപോകണം. നല്ല ബ്ലഡ് എവിടേക്ക് കൊണ്ടുപോകും? ഹാർട്ടിൽ നിന്ന് ബോഡിന്റെ എല്ലാവിടേക്കും കൊണ്ടുപോകും. പക്ഷെ ഈ ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് പോകുന്ന സമയത്ത് ഈ ആർട്ടറി കൊണ്ടുപോകുന്ന ബ്ലഡ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ ബ്ലഡ് ആണ്. അതുകൊണ്ട് ആ സമയത്ത് പറയുന്ന പേര് പൾമനറി ആർട്ടറി എന്നാണ്. ഓക്കെ, ഇനി ഈ ലങ്സ് എന്ത് ചെയ്യണം? ശുചീകരിച്ച് തിരിച്ചു വിടണ്ടേ? ശുചീകരിച്ച് തിരിച്ച് പിന്നെ ഹാർട്ടിൽ കൊണ്ടുവരണം അല്ലെ. ഹാർട്ടിലെ പിന്നെ പമ്പ് ചെയ്ത് വിടുക. അപ്പൊ ഈ ലങ്സിൽ നിന്നും ഹാർട്ടിലേക്ക് നല്ല ബ്ലഡിനെ ലങ്സ് അവിടെ ശുചീകരിച്ചു. ലങ്സ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ശ്വസിച്ച് പുറത്തോട് വിട്ടു. തിരിച്ച് നമ്മൾ ഓക്സിജൻ എടുത്തു. ഈ ഓക്സിജൻ എന്ത് ചെയ്തു? ലങ്സ് മിക്സ് ചെയ്ത് നല്ല ബ്ലഡ് ആക്കി. നല്ല ബ്ലഡിനെ എവിടേക്ക് വിടണം? പമ്പിലേക്ക് വിടണം. അത് ഹാർട്ടിലേക്ക് വിടണം. അപ്പോ അങ്ങനെ ഹാർട്ടിലേക്ക് വിടുന്ന സമയത്ത് ഇത് പൾമനറി വെയിൻ. ഇതിൽ ഓക്സിജൻ നിറയുണ്ടാവും. അപ്പൊ ഈ പ്രോസസ്സ് മനസ്സിലാക്കുക. വെറും ആർട്ടറി, വെറും വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആലോചിച്ചോ ശരീരത്തിലേക്ക് പോകുന്നതാണ്. ഓക്കെ, ഇപ്പൊ പൾമനറി ആർട്ടറി ആയിരിക്കും നല്ലത് കൊണ്ടുപോവുക. പൾമനറി വെയിൻ ആയിരിക്കും, വെറും ആർട്ടറി ആയിരിക്കും നല്ല ബ്ലഡ് കൊണ്ടുപോവുക.
വെറും വെയിൻ ആയിരിക്കും എന്താണ് ചീത്ത ബ്ലഡിനെ എടുത്തിട്ട് ഹാർട്ടിലേക്ക് കൊണ്ട്, അത് മാത്രം ആലോചിച്ചാൽ മതി. മറ്റേത് നേരെ തിരിയും. ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് പോകുമ്പോൾ ഇവർ രണ്ടുപേരിന്റെ എന്താണ് റോള് മാറും. പിന്നെ ആർട്ടറിയാണ്, പൾമണറി ആർട്ടറിയാണ് ചീത്ത ബ്ലഡ് കൊണ്ടുപോകുന്നത്. പിന്നെ നല്ല ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്ന വെയിനാണ്. അപ്പൊ റോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കൺഫ്യൂഷൻ ആവണ്ട, ഒരു സാധനം മാത്രം ഓർത്ത് വെക്കുക. ഹാർട്ടിൽ നിന്ന് ബ്ലഡിലേക്ക് പോകുന്ന സാധനം, നല്ല ബ്ലഡ് കൊണ്ടുപോകുന്നത് ആർട്ടറിയാണ്. ഓക്സിജനേറ്റഡ് അല്ലെങ്കിൽ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് കൊണ്ടുപോകുന്ന ആർട്ടറിയാണ്. തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള അല്ലെങ്കിൽ ഓക്സിജൻ കുറവായിട്ടുള്ള, എന്താ പറയാ, നല്ലല്ലാത്ത ബ്ലഡ്, കാർബൺ ഡൈ ഓക്സൈഡ് വൃത്തിയായിട്ട ബ്ലഡ് എന്ന് പറയില്ലേ, ഒരുപാട് എന്താണ് വേസ്റ്റ് ആണ് എടുത്തിട്ട് വരുന്നത് അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചെടുത്തിട്ട് വരുന്നത് വെയിനാണ് എന്ന് മാത്രം ആലോചിച്ച് വെക്കുക. പിന്നെ പൾമനറി എന്ന് പറഞ്ഞ പേര് ഇടയിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അത് ഈ പ്രോസസ് അല്ല, ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്കുള്ള പ്രോസസ്സാണ്. ഹാർട്ടിൽ നിന്ന് ലങ്സിലുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇവരുടെ റോള് മാറും. ആർട്ടറിയുടെയും വെയിന്റെയും റോള് മാറും. അപ്പൊ പേരും ചെറുതായിട്ട് മാറുന്നതാണ്. പൾമനറി എന്നുള്ള പേരും കൂടെ അതിൽ വരും. ഒരു ഉത്തരം എന്തായിരിക്കും നോക്കൂ. വിച്ച് വൺ ക്യാരീസ് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ഹാർട്ട് ടു ലങ്സ്. ഹാർട്ടിൽ നിന്നും ലങ്സിലോട്ട് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകുന്ന ആരാണ്? പൾമനറി ആർട്ടറിയാണ്. സോ ഉത്തരം എന്തായിരിക്കും? പൾമനറി ആർട്ടറി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 23. The rate of change of displacement is called. In the rate of change, rate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് എന്നുള്ള കാര്യം അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് പറഞ്ഞാൽ സമയത്തിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് മാറുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? സോ സമയത്തിനനുസരിച്ച് ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇതിനെയാണ് ഇവർ എന്ത് പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയി കൊടുത്തിരിക്കുന്നത്. സമയത്തിനനുസരിച്ച് എന്തെങ്കിലും മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാത്സിൽ എഴുതുന്നത് ഇപ്പൊ എ ബൈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനർത്ഥം ബിക്ക് അനുസരിച്ച് എ എത്ര മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് സമയത്തിനനുസരിച്ച് എത്ര ഡിസ്പ്ലേസ്മെന്റ് മാറുന്നു എന്താണ്. നോക്കൂ, ടൈമിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് എത്ര മാറുന്നു. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെലോസിറ്റി. അപ്പൊ വെലോസിറ്റിന്റെ ഫോർമുല എന്താണ്? വെലോസിറ്റി ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇനി അതേപോലെ വേറെ സാധനമാണ് സ്പീഡ് അല്ലെ. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ഫോർമുല. അപ്പോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. നമ്മൾ ദിശ കാണിക്കില്ല, അളവ് മാത്രമേ കാണിക്കുള്ളൂ അല്ലെ. നമുക്കറിയാം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ സ്പീഡോമീറ്റർ ഉണ്ടാവും അല്ലെ. ഈ സ്പീഡോമീറ്ററിൽ ഇത്ര സ്പീഡിൽ പോകണം അത്ര സ്പീഡിൽ പോകണമെന്ന് മാത്രമേ കാണിക്കുള്ളൂ. മറിച്ച് ഇത്ര ദൂരം പോയി കാണിക്കുമോ, സോറി ഏത് ദിശയിലാണ് പോകണമെന്ന് കാണിക്കൂ, ഏത് ദിശയിൽ പോകണം എന്നുള്ളത് കാണിക്കില്ല. അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ ദിശ കാണിക്കില്ല, പക്ഷെ എന്താണ് നമ്മൾ അളവ് കാണിക്കും അല്ലെ. ഇപ്പോ ബൈക്കിൽ പോകണമെങ്കിൽ 20 km/h സ്പീഡാണ്, ഇല്ലെങ്കിൽ 30 സ്പീഡാണ്, 40 പോണത്, അവൻ 100 പോകണം, 150 പോകണം എന്നൊക്കെ പറഞ്ഞു അതിന്റെ അളവ് മാത്രമേ കാണിക്കുള്ളൂ. അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. പക്ഷെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ 100 km സ്പീഡിൽ കിഴക്ക് വശത്തോട്ട് പോകുന്നു എന്നുള്ളതും കൂടെ പറയും. അതാണ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഫോർമുല എന്നാണ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. സ്പീഡ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇനി അടുത്ത ഫോർമുല ഏതാണ്? ആക്സിലറേഷൻ. അതിന്റെ കൂടെ ഫോർമുല എഴുതാം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ബൈ ഈ വെലോസിറ്റി ബൈ ടൈം പിന്നെയും ഒന്നും കൂടെ സമയത്തിനെ വെച്ച് ഡിവൈഡ് ചെയ്ത് സമയത്തിനനുസരിച്ച് എത്ര ഡിസ്പ്ലേസ്മെന്റ് മാറുന്നു അതാണ് വെലോസിറ്റി. ഇനി അതേ വെലോസിറ്റി പിന്നെയും സമയത്തിനനുസരിച്ച് എത്ര മാറുന്നു എന്ന് കണക്കാക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ആക്സിലറേഷൻ. നമുക്കറിയാം അല്ലെ, നമ്മളൊരു സ്പീഡിൽ ഇല്ലെങ്കിൽ ഒരു വെലോസിറ്റി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്ക് ആക്സിലറേറ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആക്സിലറേറ്റർ എന്ന് പറയുന്നത് ആക്സിലറേറ്റർ എന്താണ്? സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും അല്ലെങ്കിൽ വെലോസിറ്റി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതേപോലെ തന്നെ വെലോസിറ്റി കൂട്ടാനും സമയത്തിനനുസരിച്ച് എത്ര കൂട്ടാനും കുറയ്ക്കാനും പറ്റും എന്നുള്ളതാണ് എന്ത്? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ. അടുത്ത എന്താണ്? ഫോഴ്സ് അല്ലെ. ഫോഴ്സിന്റെ ഫോർമുല ഞാൻ ഓൾറെഡി അപ്പോഴേ എഴുതിയിട്ടുണ്ടായിരുന്നു. അല്ല, ഫോഴ്സ് ഈക്വൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. F ഈക്വൽ ടു ma. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നാലെണ്ണത്തിന് ഞാൻ ഫോർമുല എഴുതിയതാണ്. നമുക്ക് വേണ്ട എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആക്സിലറേഷൻ ആണ് ഉത്തരം വരിക. ബാക്കി മൂന്നെണ്ണത്തിന്റെയും ഇത് ഉൾപ്പെടെ ആക്സിലറേഷൻ ഉൾപ്പെടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വെലോസിറ്റി ആണ് കേട്ടോ. എന്തായിരിക്കും ഉത്തരം? എന്തായിരിക്കും? വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അതാണ് നമ്മുടെ വെലോസിറ്റി. ബാക്കി എല്ലാത്തിന്റെയും ഫോർമുല എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് എഴുതി വെച്ചോളൂ.
വെലോസിറ്റിയും സ്പീഡും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, സ്പീഡ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ആക്സിലറേഷൻ എന്താണ്? വെലോസിറ്റി ബൈ പിന്നെ ഒന്നും കൂടെ സമയം കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യും കേട്ടോ. വെലോസിറ്റി ബൈ ടൈം. ഫോഴ്സിന്റെ ഇക്വേഷൻ, ഫോഴ്സിന്റെ ഫോർമുല എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബ്ലഡ് സെൽ ഹെൽപ്സ് ഇൻ ക്ലോട്ടിംഗ്? ഏത് ബ്ലഡ് സെല്ലാണ് നമുക്ക് ബ്ലഡ് എന്തെങ്കിലും മുറിവായിട്ട് ചോര പുറത്തു വന്നു കഴിഞ്ഞാൽ ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം പ്ലേറ്റ്ലെറ്റ്സ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. പ്ലേറ്റ്ലെറ്റ്സ് ആണ് എന്താണ്, നമ്മൾ ബ്ലഡ് എങ്ങനെ കയ്യിൽ നിന്ന് മുറിവായിട്ട് പുറത്തു വരുന്ന സമയത്ത് കുറച്ചു നേരം കഴിയുമ്പോൾ എന്തായിരിക്കും, ആ ബ്ലഡ് അവിടെ ക്ലോട്ട് ആവും. ചെറുതായിട്ട് ക്ലോട്ട് ചെയ്താലേ എന്താണ് പിന്നീട് ബ്ലഡ് അത് വരാതിരിക്കുള്ളൂ. അതിന് നമ്മളെ ബ്ലഡിൽ ഉള്ള ഒരു കണ്ടന്റ് ആണ് പ്ലേറ്റ്ലെറ്റ്സ്. അതാണ് നമ്മളെ ഈ ക്ലോട്ടിങ്ങിന് വേണ്ടി സഹായിക്കുന്നത്. അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സിന്റെ വേറൊരു പേര് നോക്കുന്നതാണ് ത്രോംബോസൈറ്റ്സ്. എന്താ അടുത്ത വേറെ പേരെന്താണ്? ത്രോംബോസൈറ്റ്സ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്നവരാണെങ്കിൽ പെട്ടെന്ന് എഴുതിക്കോളൂ കേട്ടോ. പ്ലേറ്റ്ലെറ്റ്സ് ആണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. പ്ലേറ്റ്ലെറ്റ്സിന്റെ വേറെ പേരെന്താണ്? ത്രോംബോസൈറ്റ്സ് എന്നാണ്. ഇനി ബ്ലഡിൽ അതേപോലെ തന്നെ വേറെ ഉണ്ട്, റെഡ് ബ്ലഡ് സെല്ലും അതേപോലെ തന്നെ വൈറ്റ് ബ്ലഡ് സെല്ലും, RBC WBC എന്ന് പറയും. ഓക്കെ, ഈ RBCയും WBCയും പലപ്പോഴും ചോദിക്കും, പ്ലേറ്റ്ലെറ്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ RBCനെ കുറിച്ച് ഞാൻ ഒരു മൂന്ന് പോയിന്റ്സ്, WBCനെ കുറിച്ച് 2 പോയിന്റ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBC നോക്കൂ. നമ്മൾ പറഞ്ഞു ഇപ്പൊ എന്താണ്, ഹാർട്ടിൽ നിന്നും ഓക്സിജൻ എല്ലാവിടേക്കും കൊണ്ടുപോകും. ആരാ കൊണ്ടുപോകും? ബ്ലഡ് ആണ് കൊണ്ടുപോകും. ഈ ബ്ലഡിൽ ആരാ കൊണ്ടുപോകും? ബ്ലഡിലെ RBCയും WBCയും പ്ലേറ്റ്ലെറ്റ്സിലെയും RBC ആണ് കൊണ്ടുപോവുക. ഈ റെഡ് ബ്ലഡ് സെല്ലാണ്. അതില് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട്. ആ ഹീമോഗ്ലോബിൻ ആണ് എന്ത് ചെയ്യുക, ഈ ഓക്സിജനെ എടുത്തുകൊണ്ട് പോവുക. ഇപ്പൊ ബ്ലഡിലുള്ള ബാക്കി കണ്ടന്റ് ഒന്നും ഈ ഓക്സിജനായിട്ട് എന്താ പറയാ ബോണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോ ആരാണ് കൊണ്ടുപോകുന്നത്? RBC ആണ് എന്താണ് ഈ ഓക്സിജനെ ബ്ലഡ് എടുത്തുകൊണ്ട് പോകാൻ സഹായിക്കുന്നത്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഓക്സിജൻ ആരാണ് ബ്ലഡിൽ ആരാണ് ഓക്സിജനെ കൊണ്ടുപോകാൻ സഹായിക്കുക? ആരാണ്? RBC. ഇനി RBCയിലുള്ള ഏത് കണ്ടന്റാണ് സഹായിക്കുക? ഹീമോഗ്ലോബിൻ. അത് തന്നെയാണ് ചുവപ്പ് നിറവും. ഓക്കെ, ഈ ബ്ലഡിന് ചുവപ്പ് നിറം കൊടുക്കാൻ കാരണം ഈ ഹീമോഗ്ലോബിൻ ആണ്. ഈ RBCയിലാണ് ഈ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ആണത് കേട്ടോ. അപ്പൊ ഹീമോഗ്ലോബിൻ ഉള്ളത് കാരണമാണ് ഈ RBCക്ക് ആ പേര് തന്നെ വന്നത്, റെഡ് ബ്ലഡ് സെൽസ് എന്ന് വന്നത്. ഇനി അത് മാത്രമല്ല, തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ തൂക്കിയിട്ട് വരണ്ടേ? ബ്ലഡിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എന്ന ഈ ബ്ലഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തുകൊണ്ട് വരാം. അതും ആരെയാണ് ചെയ്യുക? ഈ RBC തന്നെയാണ് ചെയ്യുക. അപ്പോ ഈ ഓക്സിജനെ ശരീരത്തിന്റെ എല്ലാവരേക്കും കൊണ്ടുപോകുക മാത്രമല്ല, തിരിച്ചെന്താണ് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് എടുത്തുകൊണ്ട് വരുന്നതും ആരാണ്? റെഡ് ബ്ലഡ് സെൽസ് ആണ് കൊണ്ടുവരുന്നത്. പിന്നെ നമുക്കറിയാം നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട് അല്ലെ, എന്താണ് O പോസിറ്റീവ്, O നെഗറ്റീവ്, AB നെഗറ്റീവ് എന്നെല്ലാം പറഞ്ഞ ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ ബ്ലഡ് ഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത് RBCനെ വെച്ചിട്ടാണ് കേട്ടോ. നമുക്ക് RBC എക്സ്പ്രസ് ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻസ് ഓൺ ദെയർ സർഫസ്. അപ്പൊ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പുകൾ നിശ്ചയിക്കുന്നത് ബ്ലഡിൽ ഏത് കണ്ടന്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBC. അപ്പൊ RBCക്ക് 3 പണിയുണ്ട്. എന്താണ്? RBC ഓക്സിജൻ ഓക്സിജനെ എല്ലാവിടേക്കും എത്തിച്ച് ബ്ലഡിൽ കൊണ്ടുപോകുകയാണെങ്കിലും ബ്ലഡിൽ ആരാ കൊണ്ടുപോകുന്നത്? RBC റെഡ് ബ്ലഡ് സെൽസ് ആണ് കൊണ്ടുപോകുന്നത്. കാരണം എന്താ? അതിൽ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ഉണ്ട്, അതാണ് എടുത്തിട്ട് പോകുന്നത്. തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ടുവരുന്നതും രണ്ടാമത്തെ ഫംഗ്ഷൻ അതാരാ ചെയ്യുന്നത്? RBC ആണ്. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പുകൾ നിശ്ചയിക്കുന്നത് RBCയുടെ മേലുള്ള ആന്റിജൻസ്. നോക്കൂ, എന്താണ് ഗ്രൂപ്പ് ഓഫ് ആന്റിജൻ. അപ്പോ ബ്ലഡ് ഗ്രൂപ്പ് നിശ്ചയിക്കുന്നത്, ഓക്സിജൻ ക്യാരി ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചുകൊണ്ടത്, ഈ 3 പണി ആരാ ചെയ്യുന്നത്? RBC. ഓക്കെ, ഇനി WBC എന്താ? അതിന് വേറെ പേര് പറയുന്നത് ല്യൂക്കോസൈറ്റ്സ്. എന്താ പറയുന്നത്? ല്യൂക്കോസൈറ്റ്സ്. നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സിന് പറയുന്ന പേരെന്തായിരുന്നു? ത്രോംബോസൈറ്റ്സ്. എന്തായിരുന്നു? പ്ലേറ്റ്ലെറ്റ്സിന് പറയുന്ന വേറെ പേരെന്തായിരുന്നു? ത്രോംബോസൈറ്റ്സ്. പക്ഷെ WBCന് വേറെ പേരെന്താ? ല്യൂക്കോസൈറ്റ്സ്. ഓക്കെ, ഇനി നമ്മുടെ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്താണ്, നമ്മളെ എന്തെങ്കിലും മുറിവ് പറ്റി അല്ലെങ്കിൽ മുറിവ് പറ്റി കൂടെ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ആ ഇൻഫെക്ഷൻ ആദ്യം ഇനീഷ്യലി ബ്ലഡ് കട്ട പിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പക്ഷെ അതിനുശേഷം ഈ എന്താണ് കീടാണുക്കളുമായിട്ട് പൊരുതാൻ വേണ്ടി സഹായിക്കുന്നത് നമ്മുടെ WBC ആണ്. അപ്പൊ WBCക്ക് എന്താണ് ഒരു ഫംഗ്ഷൻ, മെയിൻ ഫംഗ്ഷൻ എന്താണ്? പ്രതിരോധിക്കുക. എന്ത് പ്രതിരോധിക്കുക? ഈ ബാക്ടീരിയ, ഫംഗസ്, അതായത് പുറമെയുള്ള അണുക്കളിൽ നിന്നും നമ്മുടെ ബോഡിയെ ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഫസ്റ്റ് പ്രൈമറി ഡിഫൻസ് മെക്കാനിസം ആരാണ്? WBC ആണ്. അപ്പൊ ഓർത്ത് വെച്ചോളൂ,
WBCന്റെ പരിപാടി എന്താണ്? WBC ഓക്സിജൻ ക്യാരി ചെയ്യുന്നു, കാർബൺ ഡയോക്സൈഡ് തിരിച്ചു കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് നിശ്ചയിക്കാൻ സഹായിക്കുന്നു. ഈ ഓക്സിജൻ കൊണ്ടുപോകുന്ന ഹീമോഗ്ലോബിൻ ഉള്ള കാരാണ് RBCയിൽ. WBC എന്താണ്? WBCന്റെ വേറെ പേരുണ്ടെന്നാണ് ല്യൂക്കോസൈറ്റ്സ്. എന്താണ്? ല്യൂക്കോസൈറ്റ്സ്. അതേപോലെ WBC എന്ന് പറഞ്ഞാൽ നമ്മുടെ അണുക്കളോട് പൊരുതാൻ സഹായിക്കുന്നവരാണ് WBC ആണ്. അതേപോലെ പ്ലേറ്റ്ലെറ്റ്സ് എന്താ? പ്ലേറ്റ്ലെറ്റ്സിന് പറയുന്ന വേറെ പേരുണ്ട്. എന്താണ്? ത്രോംബോസൈറ്റ്സ് എന്ന വേറെ പേര് പറയും. പ്ലേറ്റ്ലെറ്റ്സ് ബ്ലഡ് കട്ട പിടിക്കാൻ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നവരാണ് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം. 25ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ഓഫ് ദ എൻസൈം പ്രൊഡ്യൂസ്ഡ് ബൈ സലൈവറി ഗ്ലാൻഡ്. ഞാൻ അന്ന് ഒരു ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻസൈംസിന്റെ കാര്യങ്ങൾ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നുള്ളത് അല്ലെ. ഇതില് നെയിം ഓഫ് ദ എൻസൈം പ്രൊഡ്യൂസ്ഡ് ബൈ ദ സലൈവറി ഗ്ലാൻഡ്. ഓക്കെ, നമ്മുടെ സലൈവറി ഗ്ലാൻഡ്, ഉമിനീര് ഗ്രന്ഥി ഉണ്ടാക്കുന്ന എൻസൈം ഏതാണ് എന്നാണ് ചോദ്യം. രണ്ട് ഉത്തരവുണ്ട് ആക്ച്വലി. ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും എയും ബിയും ശരിക്കും ഉത്തരവാണ്. പ്യാലിനും അതുപോലെ അമിലേസും രണ്ട് ഉത്തരവാണ്. കാരണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം, നോക്കിയോ. പ്യാലിൻ ഈസ് ഓൾസോ നോൺ ആസ് സലൈവറി അമിലേസ്. ഓക്കെ, പ്യാലിന് പറയുന്ന വേറെ പേരെന്താണ്? സലൈവറി അമിലേസ് എന്നും കൂടെ പറയും. വൈറ്റൽ ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് എന്താ പറയാ, ഡൈജസ്റ്റ് ചെയ്യാൻ, ദഹിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ടാലിനാണ്. അതിന് വേറൊരു പേര് സലൈവറി അമിലേസ് എന്നും കൂടെയാണ്. ഇത് എന്താണ്? നമ്മുടെ തുപ്പൽ ഗ്രന്ഥിയിൽ നിന്ന് അല്ലെങ്കിൽ ഉമിനീർ ഗ്രന്ഥിയിൽ നിന്നാണ് നമുക്കത് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഉമിനീർ ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ടാലിൻ. പി സൈലന്റ് ആണ് കേട്ടോ. PTY അങ്ങനെ പറയാം, ടാലിൻ എന്നാണ് പറയാം. ഇനി സെക്കൻഡ് അമിലേസ്. ഈ അമിലേസ് രണ്ട് സ്ഥലങ്ങളിൽ ഉൽപ്പാദിപ്പിക്കും. ഒന്ന് തുപ്പൽ ഗ്രന്ഥിയിലും പിന്നൊന്ന് പാൻക്രിയാസിലും. അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് ടാലിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അമിലേസ് പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നതല്ല. അത് ഉമിനീർ ഗ്രന്ഥിയിലും ഉണ്ട്, അതുപോലെ തന്നെ എവിടെയുണ്ട്? പാൻക്രിയാസിലും ഉണ്ട്. പക്ഷെ ടാലിൻ ഉമിനീർ ഗ്രന്ഥിയിൽ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അപ്പൊ ഉത്തരം എന്താണ്? ടാലിനാണ് വരുന്നത്. ടാലിൻ എന്തിനാ ഉപയോഗിക്കുക? ടാലിൻ സലൈവറി അമിലേസ് എന്നുള്ള വേറെ പേരും കൂടി എന്താണ് അതിനുണ്ട്. കേൾക്കണ്ട? അതായത് ഈ അമിലേസിന്റെ ശരിക്കും എങ്ങനെ പറഞ്ഞാൽ ഈ അമിലേസ് രണ്ട് സ്ഥലങ്ങളിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എവിടെയാണ് നോക്കുക? ഒന്ന് സലൈവറി അമിലേസ്, സലൈവറി ഗ്ലാൻഡില്. പിന്നെയോ പാൻക്രിയാറ്റിക് അമിലേസ്, എവിടെയാണ്? പാൻക്രിയാസിൽ. അപ്പൊ ശരിക്കും സലൈവറി അമിലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേര് തന്നെയാണെന്ത്? ടാലിൻ. അപ്പോ ഈ രണ്ടാമത്തെ ഓപ്ഷൻ തന്നിട്ടുള്ള അമിലേസ് ഇല്ലേ, ഈ അമിലേസ് രണ്ട് ടൈപ്പ് ഉണ്ട്. എന്താണ്? ഒന്ന് സലൈവറി അമിലേസും പിന്നൊന്ന് പാൻക്രിയാറ്റിക് അമിലേസും. ഈ സലൈവറി അമിലേസിനെ പറയുന്ന വേറൊരു പേരാണെന്ത്? ടാലിൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അമിലേസ് രണ്ടവിടെ ഉൽപ്പാദിപ്പിക്കും. എവിടേക്കാ? ഒന്ന് സലൈവറിയിലും ഒന്ന് പാൻക്രിയാസിലും. ഈ സലൈവറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അമിലേസിന് പറയുന്ന വേറൊരു പേരാണ് ആക്ച്വലി എന്ത്? ടാലിൻ. സോ ഉത്തരം നമുക്ക് ഒന്നില്ലെങ്കിൽ സലൈവറി അമിലേസ് എന്ന് പറയായിരുന്നു, അമിലേസിന്റെ ഒരു വകഭേദം. പക്ഷെ അതിന്റെ കൃത്യമായിട്ടുള്ള പേര് തന്നെ അവർ തന്നിട്ടുണ്ട്, എന്താണ്? ടാലിൻ. അപ്പൊ അതാണ് ഉത്തരം കേട്ടോ. അപ്പൊ ഇതിന്റെ എന്തൊക്കെയാണ് ഫംഗ്ഷൻ നോക്കൂ. ഈ സലൈവറി അമിലേസ് എന്താണ്? നമ്മൾ ഓൾറെഡി ഇവിടെ പഠിച്ചില്ല. എന്താണ്? കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കും. അപ്പൊ അതന്നെയാണ് എന്താണ് ഈ ടാലിന്റെ അതേ സെയിം സാധനം തന്നെയാണ് എന്ത്? സലൈവറി അമിലേസ്. ഫംഗ്ഷൻ സെയിം ആണ്. ഇനി പാൻക്രിയാറ്റിക് അമിലേസിന്റെ എന്താ ഫംഗ്ഷൻ നോക്കൂ. കണ്ടിന്യൂസ് ബ്രേക്ക് ഡൗൺ, സെയിം. എന്താണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്ന സമയത്ത് എന്താണ്? കാർബോഹൈഡ്രേറ്റ്സിനെ പിന്നെ ഒന്നുകൂടെ ദഹിപ്പിക്കാൻ സഹായിക്കുന്നു. അപ്പോ മനസ്സിലാക്കുക, അമിലേസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സലൈവറി അമിലേസ്, അതിന്റെ വേറെ പേര് ടാലിൻ. പിന്നൊന്ന് പാൻക്രിയാസിൽ ഉണ്ടാക്കുന്ന അമിലേസ്, അതിന്റെ പേര് പാൻക്രിയാറ്റിക് അമിലേസ്. ഇനി വേറെ അടുത്ത ഓപ്ഷൻ നോക്കൂ, ലിപ്പേസ്. ലിപ്പേസ് നമ്മൾ ഫാറ്റ്സിനെ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹിപ്പിക്കാന്ന് അർത്ഥം കേട്ടോ. നമ്മൾ കഴിക്കുന്ന കൊഴുപ്പിനെ എന്താണ്? ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു എൻസൈമാണ് എന്ത്? ലിപ്പേസ്. ലിപ്പേസ് ചോദിക്കാം, എന്താണ്? ഫാറ്റ് ബേൺ ചെയ്യാൻ അല്ലെങ്കിൽ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന എൻസൈം ഏതാണ്? ലിപ്പേസ്. ഇനി അടുത്തത് നോക്കൂ, പ്രോട്ടീസ്. ഓക്കെ, പ്രോട്ടീസ്. ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം എന്നാ പ്രോട്ടീൻ എന്നുള്ള ഒരു പേര് വരുന്നത്. അപ്പൊ പ്രോട്ടീസ് എന്തായിരിക്കും? ബ്രേക്കിംഗ് ഡൗൺ ഇൻജസ്റ്റഡ് പ്രോട്ടീൻസ് ഇൻ സ്മോളർ പെപ്റ്റൈഡ്സ് ഓർ അമിനോ ആസിഡ്. ഡൈജഷന്റെ പ്രോസസ് തന്നെയാണ്. പ്രോട്ടീനിനെ എന്താണ് വേറെ രൂപങ്ങളിലേക്ക് മാറ്റുകയാണ്, പെപ്റ്റൈഡ്സും അമിനോ ആസിഡൊക്കെ ആയിട്ട് മാറ്റുകയാണ്. അപ്പൊ പ്രോട്ടീനിനെ ഡൈജസ്റ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? പ്രോട്ടീസ് ആയിരിക്കും നമ്മുടെ ഉത്തരം വരിക. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ദ ബലൂൺ ലൈക്ക് സ്ട്രക്ചർ ഓഫ് ലങ്സ്. ബലൂൺ ലൈക്ക്
സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ്സിന്റെ ഉള്ളിൽ എന്താണ് ചെറിയ 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 ബലൂൺസ് പോലെ ഉണ്ടാവും. ഈ ബലൂൺസ് എന്തിനാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലങ്സിന്റെ പ്രവർത്തനം എന്തിനാണ്? ഓക്സിജനെ ഈ ബ്ലഡ് ഹാർട്ട് ബ്ലഡിനെ എവിടേക്ക് കൊണ്ടുവരും? ലങ്സിലേക്ക് കൊണ്ടുവരും അല്ലെ. ഹാർട്ട് കൊണ്ടുവരുന്ന എന്തായിരിക്കും? അത്ര നല്ല ബ്ലഡ് ആയിരിക്കില്ല, അതിൽ ഓക്സിജൻ കുറവായിരിക്കും. അതിനെ എന്ത് ചെയ്യണം? ശുചീകരിച്ചിട്ട് തിരിച്ച് ഹാർട്ടിലേക്ക് എന്ത് പറഞ്ഞു വരണം? ഓക്സിജൻ നിറയെ ഉള്ള ബ്ലഡിനെ, ഓക്സിജനേറ്റഡ് ബ്ലഡിനെ തിരിച്ച് പറഞ്ഞു വരണം. അപ്പൊ ഇതിനൊക്കെ നിറയെ ഏരിയ വേണം അല്ലെ. ബ്ലഡ് വരുന്നു, ബ്ലഡ് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ തട്ടണം. അപ്പൊ ഏരിയ കൂട്ടാൻ വേണ്ടി അവിടെ എന്തായിരിക്കും? കുട്ടി കുട്ടി ബലൂൺ പോലത്തെ റൗണ്ട് 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 ആയിട്ട് ഒരുപാട് ഇങ്ങനെ തിങ്ങി കൊടുത്ത് നിൽക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിന് പറയുന്ന പേരെന്താണ്? ആൽവിയോളൈ. എന്തായിരിക്കും? ആൽവിയോളൈ. ആൽവിയോളൈ എന്തിനാണ് ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ കൂട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഒരുപാട് തിങ്ങിക്കൂടി സ്ഥലമാകുമ്പോൾ ബ്ലഡ് ഒരുപാട് സ്ഥലങ്ങളിൽ തട്ടും. ബ്ലഡ് ഒരുപാട് സ്ഥലങ്ങളിൽ തട്ടുമ്പോൾ എന്ത് ചെയ്യാം? കാർബൺ ഡൈ ഓക്സൈഡിനെ വലിക്കാം. എന്താണ്? എന്നിട്ട് ഈ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ഇതിലേക്ക് തിരിച്ചു വിടാം. കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ ശ്വസിച്ച് പുറത്തേക്ക് വിടാം. അപ്പൊ ഈ ഏരിയ കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ. ആ സ്ട്രക്ചർ ബലൂൺ ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്ന പേരെന്താണ്? ആൽവിയോളൈ. അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം. വാട്ട് ഇസ് ദ ഫൈനൽ പ്രൊഡക്റ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആഫ്റ്റർ ഡൈജഷൻ? കാർബോഹൈഡ്രേറ്റിന്റെ ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്താണ്? നമുക്കറിയാം, നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് എന്തിനാണ്? നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയാണ് അല്ലെ. സോ ഇത് ഒരുപാട് പ്രോസസ് ഒക്കെ ഉണ്ട് ഇതില്, അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഫൈനൽ പ്രൊഡക്റ്റ് എപ്പോഴും ഗ്ലൂക്കോസ് ആയിരിക്കും. എന്തായിരിക്കും? ഗ്ലൂക്കോസ്. അതാണ് നമുക്ക് എന്താണ് എനർജി തരുന്നത്. കാർബോഹൈഡ്രേറ്റ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ നമുക്ക് എനർജി വരുന്നു. ആ എനർജി വരുന്നത് എവിടെ നിന്നാണ്? ഇത് ആ കാർബോഹൈഡ്രേറ്റിനെ നമ്മളെ ബോഡി ഒരുപാട് പ്രോസസ്സിലൂടെ എന്തിലേക്ക് മാറ്റും? ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ആ ഗ്ലൂക്കോസ് ആണ് നമുക്ക് എന്താണ് എനർജി ആയിട്ട് മാറുന്നത്. സോ ഉത്തരം എന്താണ്? ഗ്ലൂക്കോസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഈ ലൂമിനസ് ഇന്റൻസിറ്റിക്ക് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതൊരു ഫണ്ടമെന്റൽ എന്താ പറയാ യൂണിറ്റ് ആണ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഈ 7 ഓരോ യൂണിറ്റ് ഉണ്ട്. 7 എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സും ഉണ്ട്. ഈ 7 ക്വാണ്ടിറ്റിയും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. അത് ലെങ്ത്, നീളം. ബാക്കി അതായത് ഈ ഫണ്ടമെന്റൽ എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് ഈ 7 അല്ലാതെ ഞാൻ ഒരു സാധനം എഴുതാൻ പോവാണ്. സ്പീഡിന്റെ ഇക്വേഷൻ അപ്പോഴേ നോക്കിയില്ല. എന്തായിരുന്നു? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീളം അല്ലെ. ലെങ്ത് തന്നെയാണ് എന്ത്? ഈ ലെങ്ത് തന്നെയാണ് എന്ത്? ഡിസ്റ്റൻസ്. സമയം എന്താണ്? ഇതാ ഇവിടെ ഉണ്ട് സമയം, സെക്കൻഡ്സ്. അപ്പൊ ഈ സ്പീഡ് എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇക്വേഷൻ എഴുതിയപ്പോ, അതിന്റെ ഫോമിൽ എഴുതിയ സമയത്ത് എനിക്ക് കിട്ടിയത് ഡിസ്റ്റൻസും ടൈമും. അതിനർത്ഥം എന്താണ്? ഈ ഡിസ്റ്റൻസ് ഒരു ഫണ്ടമെന്റൽ എന്താണ് ക്വാണ്ടിറ്റി ആണ് അല്ലെ, നീളം. ലെങ്ത് തന്നെയാണ് എന്ത്? ഡിസ്റ്റൻസ്. സമയം എന്താണ്? ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി വെച്ചിട്ട് ഫിസിക്സിലുള്ള എല്ലാ ഫോർമുലേസും എഴുതാൻ പറ്റും നമുക്ക്. സ്പീഡ് എന്താണ്, അതേപോലെ തന്നെ എന്താ വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, പവർ, എനർജി, എല്ലാത്തിനെയും നമുക്ക് 7 ഉപയോഗിച്ച് എഴുതാൻ പറ്റും. അതായത് ഏറ്റവും ഫിസിക്സിൽ മാത്രമല്ല സയൻസിൽ ഉള്ള മൊത്തമായിട്ടുള്ള 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഏതൊക്കെയാ നോക്കൂ. നീളത്തിന്റെ യൂണിറ്റ് മീറ്റർ. മീറ്ററിൽ മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ സെന്റിമീറ്ററിൽ എഴുതാം, മില്ലിമീറ്ററിൽ എഴുതാം, കിലോമീറ്ററിൽ എഴുതാം. അതൊന്നും പറ്റില്ല. നീളം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ അതിന്റെ SI യൂണിറ്റ്, സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ എന്ന് പറയും. അതിൽ നമ്മൾ SI യൂണിറ്റ്സിൽ എഴുതുന്ന സമയത്ത് എന്താണ്? നീളത്തിന്റെ അല്ലെങ്കിൽ ഡിസ്റ്റൻസിന്റെ മീറ്റർ ആണ്. പിന്നെ മാസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താണ്? പിണ്ഡം എന്ന് പറയും. അതിൻ്റെതാണ് കിലോഗ്രാം. ഗ്രാമിൽ എഴുതരുത്, കിൻഡലിലൊന്നും എഴുതരുത്. നമ്മൾ എപ്പോഴും എഴുതുന്നത്, നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് SI യൂണിറ്റ് ആണ്. സോ മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. സമയത്തിന്റെ സെക്കൻഡ്സ് ആണ്. സമയം വേണമെങ്കിൽ നമുക്ക് മണിക്കൂറിൽ എഴുതാം അല്ലെ, അല്ലെങ്കിൽ എന്താ മിനിറ്റിൽ എഴുതാം, ഇത്ര മിനിറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഒരു ദിവസം, ആഴ്ച എന്നൊക്കെ എഴുതാം. അങ്ങനെ എഴുതരുത്. എന്താണ്? സമയത്തിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്സ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് സമയം, അതിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്സ്. ഇനി ലൂമിനസ് ഇന്റൻസിറ്റി. എന്താ ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ അളവിനെയാണ് എന്ത് പറയാം? ലൂമിനസ് എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്ന എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ലൂമിനസ് ഇന്റൻസിറ്റി, അതിന്റെ യൂണിറ്റ് കാൻഡല എന്നാണ് പറയാ. പഠിച്ചോളൂ. അതിന്റെ സിമ്പിൾ CD, ലൂമിനസ് ഇന്റൻസിറ്റി. അപ്പൊ നമുക്ക് ഉത്തരം എന്തായിരിക്കും? 28ന്റെ ഉത്തരം C ആണ് കേട്ടോ. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ എന്താണ് യൂണിറ്റ്? കാൻഡല എന്നാണ് പറയുക. ഇനി ടെമ്പറേച്ചർ, താപം, അല്ലെങ്കിൽ എന്താ ടെമ്പറേച്ചർ, എത്ര താപം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സെന്റിഗ്രേഡിലൊക്കെ പറയില്ല, എത്ര സെൽഷ്യസ് എന്നൊക്കെയാണ് പറയുക. 5 ഡിഗ്രി സെൽഷ്യസ്, 30 ഡിഗ്രി സെൽഷ്യസ്. ശരിക്കും SI യൂണിറ്റ് അല്ല. SI യൂണിറ്റ് നമ്മൾ കെൽവിനിൽ തന്നെ പറയണം. ഇത്ര ഡിഗ്രി കെൽവിൻ എന്നാണ് പറയുക. ഓക്കെ, ഇതില് ഡിഗ്രി
ഒരു ഡിഗ്രി മേലെ ഒരു പൂജ്യം ഇടണം, ഡിഗ്രി കെൽവിൻ. ഓക്കെ, സോ ടെമ്പറേച്ചറിന്റെ എന്താണ് ഡിഗ്രി കെൽവിൻ. ഇനി ഇലക്ട്രിക് കറണ്ട് ഒരു ബേസിക് ക്വാണ്ടിറ്റി ആണ്, ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് ആംപിയർ എന്ന് പറയും. ക്യാപിറ്റൽ എ ആണ് അതിന്റെ സിമ്പിൾ. പിന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, എത്ര അളവുണ്ട് സബ്സ്റ്റൻസ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോളിക്കുലർ ലെവലിലാണ് കേട്ടോ. അതിനെ മോൾ എന്നാണ് പറയുക, MOLE. അതിന്റെ സിമ്പിൾ MOL, ഈ ഒഴിവാക്കിയാൽ മതി. 7 വളരെ ഇമ്പോർട്ടന്റ് ആണ്. 7 ഏതൊക്കെയാണ്? ലെങ്ത്, മാസ്, ടെമ്പറേച്ചർ, ടൈം, പിന്നെ ലൂമിനസ് ഇന്റൻസിറ്റി, ഇലക്ട്രിക് കറണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഈ 7 ഉപയോഗിച്ച് നമുക്ക് സയൻസിലുള്ള ബാക്കി എല്ലാ സാധനവും എഴുതി ചേർക്കാൻ പറ്റും. ബാക്കി എല്ലാത്തിന്റെയും ഫോർമുല എഴുതാൻ പറ്റും, ബാക്കി എല്ലാത്തിന്റെയും യൂണിറ്റ് എഴുതാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് സംശയം വരാം, ഫോഴ്സിന്റെ യൂണിറ്റ് ഞാൻ അപ്പോഴും ന്യൂട്ടൺ എന്ന് പറഞ്ഞില്ലേ ഉണ്ട്. അത് നമ്മളൊരു മറ്റെന്താ പറയാ, അതൊരു സിമ്പിൾ ആയിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ശരിക്കും ഫോഴ്സിന്റെ വേറെ രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് എഴുതാൻ പറ്റും. ഈ 7 ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ പറ്റും, വർക്കിന്റെ എഴുതാൻ പറ്റും, എല്ലാത്തിന്റെയും ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസിന്റെയും ഫോർമുല നമുക്ക് ഈ ആദ്യം കാണുന്ന ഈ 7 ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ പറ്റും. കേട്ടോ, അതിനുശേഷം അതിന്റെ യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ എല്ലാം ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് വെച്ചിട്ട് ഫോർമുല നമുക്ക് ഇത് വെച്ച് എഴുതാം. ഓക്കെ, ഫണ്ടമെന്റൽ ഈ ക്വാണ്ടിറ്റീസ് വെച്ച് എഴുതാം. അതിന്റെ യൂണിറ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് വെച്ച് അതിൻ്റെതായിട്ടുള്ള ഈ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ അതിനെ ബേസിക് എന്നുള്ളത് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം പഠിച്ചോളൂ കേട്ടോ. 7 പഠിച്ചു വെച്ചോളൂ. ഇനി അടുത്തത് 29. The organ system which is responsible for transportation of materials within the body of an animal is called. എളുപ്പമല്ലേ? ഏത് സിസ്റ്റമാണ് ട്രാൻസ്പോർട്ടേഷൻ, ശരീരത്തിലെ ഓരോ ഭാഗത്തേക്ക് എത്തിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ഏതാണ്? സർക്കുലേറ്ററി സിസ്റ്റം അല്ലെ? ഏതാണ്? സർക്കുലേറ്ററി സിസ്റ്റം ആണ്. കാരണം റെസ്പിറേറ്ററി സിസ്റ്റം പറഞ്ഞാൽ ശ്വസനം അല്ലെ, ലങ്സിലേക്ക് പോകണം, ഓക്സിജൻ എല്ലാവിടേക്കും. ശരി, ശ്വസിച്ചു, ഓക്സിജൻ എല്ലാവിടേക്കും എത്തിക്കുന്ന ആരാണ്? ബ്ലഡ് ആണ്. ബ്ലഡ് പറയുന്നത് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ഓൾറെഡി എടുത്തിട്ടുണ്ട് അല്ലെ, ബയോളജിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ബ്ലഡ് ആണ് എല്ലാവിടേക്കും എടുത്തിട്ട് പോവുക. പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണോ, ആമാശയത്തിലേക്ക് എത്തുന്നു അല്ലെ, ഇൻഡസ്റ്റൈനിലെല്ലാം കഴിയുന്നു. ഇത് എല്ലാവിടേക്കും എത്തിക്കണ്ടേ? ഇതിന്റെ എന്താ പറയാ, പോഷകങ്ങൾ എല്ലാ സെൽസിലേക്കും എത്തിക്കണ്ടേ? അത് എത്തിക്കുന്ന ആരാണ്? അതും ബ്ലഡ് തന്നെയാണ് അല്ലെ. നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്പോൺസ് ആണ്. അത് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ അല്ല ചെയ്യുന്നത്. എന്താ പറയാ, ഫുഡും ഓക്സിജനും ഒന്നും ട്രാൻസ്പോർട്ടേഷൻ അല്ല ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വയറിലെത്തുന്നു, ഒക്കെ അവിടെ പ്രോസസ്സ് കഴിയുന്നു. അതിന്റെ ഗുണങ്ങൾ, അതിന്റെ എന്താ പറയുക, ന്യൂട്രിയൻസ് എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്ന ആരാണ്? ബ്ലഡ് ആണ്. ശ്വസിക്കുന്നു, ഓക്സിജൻ ലങ്സിലെത്തുന്നു, പിന്നെ ഹാർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരെ കൊണ്ടുപോകുക, അല്ല ശരീരത്തിന്റെ എല്ലാവിടേക്കും എത്തിക്കുന്നത്? അതും ബ്ലഡ് തന്നെയാണ്. സോ ബ്ലഡ് ശരിക്കും എന്താണ്, അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം എന്താണ്? ഒരു ട്രാൻസ്പോർട്ടേഷൻ ഒരു ഏജന്റ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെറ്റീരിയൽസ് വിത്തിൻ ദ ബോഡി ഓഫ് എൻ ആനിമൽ ഏത് സിസ്റ്റമാണ്? സർക്കുലേറ്ററി സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബ്ലഡ് വെസൽ ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട് ടു ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി? നമ്മൾ ഇത് അപ്പോഴേ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഹാർട്ട് എന്ത് ചോദിക്കുന്നത്? വിച്ച് ബ്ലഡ് വെസൽസ് ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട്? ഹാർട്ടിൽ നിന്നും എന്താണ്, ശരീരത്തിന്റെ പല ഭാഗങ്ങൾ, ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി കൊണ്ടുപോകുന്നത് ഏത് വെസൽസ് ആണ് കൊണ്ടുപോവുക? ആരാണ്? ആർട്ടറി അല്ലെ. നമ്മൾ അപ്പോഴേ നോക്കിയിട്ടുണ്ടായിരുന്നു, ഏതോ ഒരു ക്വസ്റ്റ്യനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഹാർട്ടിൽ നിന്നും എന്താണ്, ഹാർട്ടിൽ നിന്നും ബോഡിന്റെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകുന്ന ആരാണ്? ഓക്സിജൻ നിറഞ്ഞ ആരെ കൊണ്ടുപോവുക? ആർട്ടറിയാണ് കൊണ്ടുപോവുക. തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ ബോഡിയിൽ നിന്നും ഹാർട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ വെയിൻ ആയിരിക്കും അല്ലെ. അപ്പൊ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? ആർട്ടറീസ്. അതായത് ഹാർട്ടിൽ നിന്നും എല്ലാ ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്. വിച്ച് ബ്ലഡ് വെസൽ ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട് ടു ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി? അതെന്താണ്? ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും കൊണ്ടുപോകുന്ന ആരാണ്? ആർട്ടറീസ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്? നമ്മളെല്ലാവരും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ് എന്നുള്ളത്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? ഓം. സിമ്പിൾ എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെയായിരിക്കും നമ്മുടെ ഓമിന്റെ സിമ്പിൾ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇത് എന്തിന്റെ യൂണിറ്റ് ആണ്? വോൾട്ട്. വോൾട്ടേജിന്റെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്, സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പലപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വോൾട്ടേജിന്റെ യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? വോൾട്ട് ആണ്. ഓക്കെ, വോൾട്ടേജിന്റെ യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? വോൾട്ട് ആണ്. ഇനി ആംബിയർ. ആംബിയർ നമ്മൾ അപ്പോഴേ പഠിച്ചു. ഇലക്ട്രിക് കറണ്ട് അല്ലെ, ഇതൊരു ബേസിക് ക്വാണ്ടിറ്റി ആയിരുന്നു അല്ലെ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇലക്ട്രിക് കറണ്ട് എന്താണ്? ഒരു ബേസിക് ക്വാണ്ടിറ്റി ആണ്. അപ്പോ
ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്തായിരുന്നു? ആംപിയർ. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്താ? ആംപിയർ. ഇനി ഇത് ഓം എന്തിന്റെ ആയിരുന്നു? ഓം റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് എന്ത്? ഓം. അതുപോലെ വാട്ട് എന്തിന്റെയാണ്? പവറിന്റെ യൂണിറ്റ് ആണ്. പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട്. സിമ്പിൾ ഡബ്ല്യു എന്നാണ് വരിക കേട്ടോ. ഇതിന്റെ സിമ്പിൾ എന്താണ്? ഡബ്ല്യു എന്ന് വരും. ആംപിയറിന്റെ എ എന്നാണ് സിമ്പിൾ വരിക. വോൾട്ടിന്റെ വി എന്നാണ് സിമ്പിൾ വരിക. ഇതിനൊക്കെ ഫോർമുലാസും കൂടി പഠിക്കേണ്ടത് നമ്മൾ ഫിസിക്സിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളത് കവർ ചെയ്യും. അപ്പോൾ യൂണിറ്റ്സ് ഒക്കെ നോക്കി വെച്ചോളൂ. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ടാണ്. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ. വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയും അതിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട്. ഇനി നമുക്ക് 32ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അത് മാത്സ് പാർട്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. The sum of two numbers is 35 and their difference is 90. What are the numbers? The sum of two numbers is 35. രണ്ട് നമ്പേഴ്സ് കൂട്ടുമ്പോൾ എത്ര വരുന്നു? 35 വരുന്നു. രണ്ട് നമ്പേഴ്സ് മൈനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയാ അതിനെ വ്യത്യാസം, രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 19 ആണ്. ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. എന്തൊക്കെയാ? രണ്ട് നമ്പേഴ്സ് കൂട്ടുമ്പോൾ 35 വരണം. രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം 19 ആണ്. ആ നമ്പേഴ്സ് ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ പോരെ? രണ്ട് നമ്പേഴ്സ് കൂട്ടുമ്പോൾ 35 വരുന്ന ഈ ഓപ്ഷനിൽ രണ്ട് നമ്പർ തന്നിട്ടുണ്ട്. ഇത് രണ്ടെണ്ണം കൂട്ടിയാൽ 35 ആണ്. ആ രണ്ട് നമ്പർ മൈനസ് ചെയ്ത് എത്ര വരണം? 19 വരണം. ഡയറക്റ്റ് ചെയ്ത് നോക്കിയാൽ കിട്ടില്ലേ? ഒരുപാട് ചിന്തിക്കൊന്നും വേണ്ട. ആ ചോദ്യം മനസ്സിലാക്കണം. പക്ഷെ വായിച്ചിട്ട് ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 35. രണ്ട് നമ്പേഴ്സ് കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നു? 35. ആൻഡ് ദ ഡിഫറൻസ് ഈസ് 19. ആ രണ്ട് നമ്പേഴ്സ് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എത്ര വരുന്നു? 19 വരുന്നു. ഏതൊക്കെ നമ്പേഴ്സ് നോക്കൂ? 22 3 കൂട്ടുമ്പോൾ 35 വരില്ല. ഇല്ല. 22 3 ഒന്നാമത്തെ ഓപ്ഷനിലെ 22 3 ചെയ്യുമ്പോൾ 22 3 25 വരുന്നുള്ളൂ. അപ്പൊ അതല്ല ഉത്തരം. അടുത്തത് 3 22 അതും 25 വരിക. അപ്പൊ അതല്ല ഉത്തരം വരിക. 27 8 അതെ, 27 8 കൂട്ടുമ്പോൾ 35 വരുന്നുണ്ട് അല്ലെ. 27 8 കൂട്ടുമ്പോൾ 35 വരുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ, അടുത്ത നമ്പറും കൂടെ നോക്കാം. 14 11 കൂടെ കൂട്ടുമ്പോൾ 25 വരുള്ളൂ. അപ്പൊ ഇതൊന്നും ഉത്തരവല്ല. ഇത് ഉത്തരവല്ല, ഇത് ഉത്തരവല്ല, ഇത് ഉത്തരവല്ല. ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ സി ആണ്. 27 8 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 35. ഇനി 27 8 കുറച്ച് നോക്കൂ. 27 8 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 19. ഇത് എളുപ്പമുള്ള ചോദ്യം ആയത് കാരണം നമുക്ക് പെട്ടെന്ന് കിട്ടി. ഇനി ഇത് വേറെ രീതിയിൽ വലിയ വലിയ നമ്പേഴ്സ് ഇടണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം കേട്ടോ. രണ്ട് നമ്പേഴ്സ് കൂട്ടുമ്പോൾ 35. ആ ഒന്നാമത്തെ നമ്പർ ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണ്. രണ്ടാമത്തെ നമ്പർ ഞാൻ വൈ എന്ന് കൊടുക്കുകയാണ്. ഈ രണ്ട് നമ്പേഴ്സും കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 35 വരിക എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇനി രണ്ട് നമ്പേഴ്സും കൂടെ കുറയ്ക്കുമ്പോൾ എത്രയാണ്? 19. അതായത് ഈ എക്സും വൈയും കൂടെ മൈനസ് ചെയ്യുമ്പോൾ എത്ര വരുന്നു? 19 വരുന്നു. ഇതാണ് പറഞ്ഞത്. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം? എക്സും വൈയും കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനൊരു കാര്യം ചെയ്യാമാണ്. എക്സ് പ്ലസ് വൈ രണ്ട് നമ്പേഴ്സും കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 35. അവിടെ എഴുതി വെച്ചു. അതിന് തൊട്ട് താഴെ രണ്ട് നമ്പേഴ്സും കൂടെ മൈനസ് ചെയ്യുമ്പോൾ എക്സും വൈയും കൂടെ മൈനസ് ചെയ്യുമ്പോൾ എത്ര വരുന്നു? 19 വരുന്നു. ഇനി ഇത് രണ്ട് ഇക്വേഷൻ എനിക്ക് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യാൻ നോക്കൂ. ഈ രണ്ട് ഇക്വേഷൻ ഞാൻ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ എക്സ് എല്ലാം കൂട്ടണം അല്ലെ. എക്സും എത്രയായി? 2x ആയി. ഇനി ഇവിടെ പ്ലസ് വൈ ആണ്, ഇവിടെ മൈനസ് വൈ ആണ്. പ്ലസ് വൈയും മൈനസ് വൈയും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? വൈയും മൈനസ് വൈയും രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്താണ്? 0 ആയി പോയി. അപ്പൊ ഇത് എന്തായി? ഇത് ക്യാൻസൽ ആയി പോയി. ഒന്ന് പ്ലസ് വൈ ആണ്, ഒന്ന് മൈനസ് വൈ ആണ്. രണ്ടും കൂടി കൂട്ടിയാൽ വൈ മൈനസ് വൈ എന്നാവും. 0 ആയി പോയി. 2x ഇവിടെ ഈക്വൽ ടു കൊടുത്തു. 35ഉം 19ഉം എത്ര വരിക? 54 അല്ലെ. 35 കഴിഞ്ഞ എത്ര? 45 55. പക്ഷെ 20 ഇല്ല, 19 ഉള്ളൂ. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 54. 2x 54 ആണെന്നുണ്ടെങ്കിൽ എക്സ് എത്ര? നമുക്ക് 2 ഇൻറ്റു എക്സ് ആണെന്ന് ശരിക്കും 2x അല്ലെ. 2x ഈക്വൽ ടു 54 ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും? ഈ 2 താഴോട്ട് വരും. 2 എങ്ങോട്ട് വരും? 2 താഴോട്ട് വരും. അതായത് 54 ഡിവൈഡ് ബൈ 2. എക്സ് ഈക്വൽ ടു 27. ഒന്നാമത്തെ നമ്പർ കിട്ടി. എത്ര കിട്ടി? 27. ഇതിൽ 27 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻസർ നമുക്ക് 27 തന്നെയാണ്. ഇപ്പൊ രണ്ടാമത്തെ നമ്പർ കൂടെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കും, അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കും കേട്ടോ. ഒന്നാമത്തെ എടുക്കാം. ഒന്നാമത്തെ എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 35. അതിൽ നമുക്ക് കിട്ടിയ എക്സിന്റെ വാല്യൂ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 35 എന്നുള്ളതാണ് നമ്മുടെ എന്ത് ഫോർമുല. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു
35 അല്ലെ എക്സ് കിട്ടി എത്ര 27. അപ്പൊ എക്സിന്റെ പേര് എന്ത് ചെയ്യാം 27 ഇട്ട് കൊടുക്കാം പ്ലസ് വൈ ഈക്വൽ ടു 35. അപ്പൊ വൈ എന്തായിരിക്കും 27 താഴോട്ടല്ല പോവാട്ടോ ഇവിടെ പ്ലസ് ആണ്. ഇവിടെ 2 ഇൻറ്റു എക്സ് ആയതാണ് 2 താഴോട്ട് പോയത്. ഇവിടെ എന്താണ് 27 പ്ലസ് എക്സ് എന്നാണ് പ്ലസ് വൈ എന്നാണ് കിടക്കുന്നത്. അപ്പോ ഇത് താഴോട്ടല്ലേ പോയി ഇങ്ങോട്ട് ചാടുകയാണ് ചെയ്യുക. ഇങ്ങോട്ട് ചാടുമ്പോൾ എന്താവും പ്ലസ് മൈനസ് ആവും മൈനസ് പ്ലസ് ആവും. അതിന്റെ എന്താണ് പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക. അങ്ങനെയാണെങ്കിൽ 27 ശരിക്കും പ്ലസ് ആണല്ലേ നമ്മൾ ഫ്രണ്ടിൽ എഴുതുന്നില്ല എന്നേ ഉള്ളൂ. സോ വൈ ഈക്വൽ ടു എന്തായിരിക്കും 35 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും മൈനസ് 27. സോ വൈ ഈക്വൽ ടു 35 നിന്നും 27 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും 8. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നമ്പർ നമുക്ക് കിട്ടി. ഒന്നാമത്തെ നമ്പർ 27 രണ്ടാമത്തെ നമ്പർ 8. ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. അത് നേരെ എന്ത് ചെയ്യുക ആ രണ്ട് ഓപ്ഷൻസ് ഒക്കെ എടുത്ത് വെറുതെ കൂട്ടി നോക്കുക. കൂട്ടിയിട്ട് 35 വരണം കുറയ്ക്കുമ്പോൾ 19 വരണം. അങ്ങനെ വരുന്ന ഏതെങ്കിലും അതായിരിക്കും ഉത്തരം. ഓക്കെ അത് ചെയ്ത് നോക്കിയാൽ മതി. ഇല്ല ഒരു പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ട് പോകണതെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യാം. പക്ഷെ നമുക്ക് എക്സാമിന് അത്ര സമയമൊന്നും കിട്ടില്ല. ആദ്യം പറഞ്ഞ മെത്തേഡ് തന്നെ ചെയ്യാം. ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം. The product of two numbers is 180 and their HCF is 6. What is their LCM? ഓൾറെഡി ഞാൻ LCM ന്റെയും HCF ന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ക്ലാസ്, അതായത് HCF ന്റെ ടോപ്പിക് എടുത്തിട്ട് അതിനോട് അനുബന്ധിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് രണ്ട് നമ്പേഴ്സ് എയും ബിയും ആണ് വിചാരിക്കും. രണ്ട് നമ്പേഴ്സിന്റെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എന്തായിരിക്കും ആ രണ്ട് നമ്പേഴ്സിന്റെ LCM ഇൻറ്റു HCF ആയിരിക്കും അല്ലെ. രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും LCM ഇൻറ്റു HCF ആയിരിക്കും. ഇതിൽ അവർ എന്ത് തന്നിട്ടുണ്ട് നോക്കൂ. ഈ ചോദ്യത്തില് ദ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 180. ദ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഉത്തരമാണ് എന്ത് 180. രണ്ട് നമ്പേഴ്സും വേറെ വന്നിട്ടില്ല. അപ്പൊ എ ഇൻറ്റു ബി ആ രണ്ട് നമ്പറിന്റെ പ്രൊഡക്റ്റ് വന്നിട്ട് എത്രയാണ് 180 ഈക്വൽ ടു എന്താ HCF 6 എന്ന് പറഞ്ഞാൽ LCM എത്ര എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ LCM കണ്ടുപിടിക്കേണ്ട LCM ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നു. ഇൻറ്റു HCF എത്രയാണ് HCF 6 എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇൻറ്റു 6. ഇനി നമുക്ക് ഇന്ന് LCM കണ്ടുപിടിക്കണം. ഈ LCM കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി ഇത് ഇൻറ്റു ആണ് എന്നുള്ളത് കൊണ്ട് 6 ഇങ്ങോട്ട് ചാടുകയല്ല ചെയ്യുക, നേരെ എങ്ങോട്ട് പോകും താഴേക്ക് പോകും. സോ 180 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു LCM. LCM എന്താണ് 180 ഡിവൈഡഡ് ബൈ 6. 6 18 3 തവണ പോകും. പിന്നെ ഇവിടെ ഒരു 0 ബാക്കിയുണ്ട് കേട്ടോ. അപ്പൊ എന്തായിരിക്കും 30. എന്തായിരിക്കും വരിക 30. സോ LCM എന്തായിരിക്കും LCM 30 ആണ് നമുക്ക് വരിക. ആൻസർ 30. അപ്പൊ ഇത് എന്താ വെച്ചാൽ രണ്ട് നമ്പറിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണ് രണ്ട് നമ്പേഴ്സ് വന്നിട്ട് രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും ആ രണ്ട് നമ്പേഴ്സിന്റെ LCM ഇൻറ്റു HCF. ആ രണ്ട് നമ്പേഴ്സിന്റെ HCF കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് അതാണ് നമ്മുടെ എന്താണ് ഫോർമുല. അപ്പൊ ഇതില് ശ്രദ്ധിക്കേണ്ടത് പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഉത്തരം തന്നിട്ടുണ്ട് 180 എന്ന് തന്നിട്ടുണ്ട്. സോ 180 ഈക്വൽ ടു LCM ഇൻറ്റു HCF. അതിൽ HCF അവർ തന്നിട്ടുണ്ട് 6. സോ 180 ഈക്വൽ ടു LCM ഇൻറ്റു HCFന്റെ പേര് 6 എന്ന് എഴുതി. പിന്നെ LCM ആണെങ്കിൽ 6 താഴോട്ട് പോയി ഡിവൈഡ് ചെയ്തു ആൻസർ കിട്ടി. LCM എത്രയാണ് 30. അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം. LCM ഓഫ് 9, 12, 18. 9ന്റെയും 12ന്റെയും 18ന്റെയും LCM എത്ര എന്നുള്ളതാണ് ചോദ്യം. 3 മെത്തേഡ് നമുക്കറിയാം. എളുപ്പമുള്ള മെത്തേഡ് ആദ്യം ചെയ്യാം കേട്ടോ. അതായത് 3 നമ്പേഴ്സ് ആണ് 9, 12, 18. LCMന്റെ ഏറ്റവും ഈസി മെത്തേഡ് എങ്ങനെ ചെയ്യാം? ഇതിൽ ഏറ്റവും വലിയ നമ്പർ എടുക്കുക 18 ഇൻറ്റു 1 എത്രയാണ് 18. ഈ 18നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പറ്റും. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇതല്ല LCM. ഇനി ആ വലിയ നമ്പറിനെ 18 ഇൻറ്റു 2 ചെയ്യുക 36 അല്ലെ. 36നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 36നെ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 39നെ 9 കൊണ്ട് ചെയ്യാൻ പറ്റും. എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റും? 4 തവണ അല്ലെ. 36/9 നമുക്ക് 4 കിട്ടും. അതേ 36 നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കൂ. 12 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലെ. 3 തവണ പോകും. 12 ഇൻറ്റു 3 ആണ് 36. അപ്പോ നമ്മുടെ ഉത്തരം എന്തായിരിക്കും 36. ഇതാണ് നമ്മുടെ LCM. ഇങ്ങനെ വേണം നമ്മൾ എക്സാമിന് ചെയ്തിട്ട് പോകാൻ കേട്ടോ. ഏറ്റവും വലിയ നമ്പർ എടുക്കുക, ഏറ്റവും വലിയ നമ്പർ ഇൻറ്റു 1 ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള നമ്പേഴ്സിനെ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പറ്റില്ലെങ്കിൽ 18 ഇപ്പൊ ഇതിൽ വലുതല്ലേ, വലിയ നമ്പർ 18 അല്ലേ. 18 ഇൻറ്റു 1 ചെയ്തു 18. 9 കൊണ്ട് ചെയ്യാൻ പറ്റും, പക്ഷെ എന്താണ് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അടുത്തേക്ക് പോയി എന്താണ് 18 ഇൻറ്റു 2 ചെയ്തു 36 കിട്ടി. 36ൽ എന്താണ് 9നെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ അതാണ് ഉത്തരം. ഇനിയിപ്പോ അത് പറ്റിയില്ലെങ്കിൽ അടുത്ത് എന്ത് ചെയ്യണം? 18 ഇൻറ്റു 3 ചെയ്യണം. അത്ര 18 ഇൻറ്റു 4 വരെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. അതിൽ കൂടുതൽ പോവുകയാണെങ്കിൽ ഉള്ള മെത്തേഡ് ഏതാണ്? നമ്മുടെ ഫാക്ടറൈസേഷൻ മെത്തേഡ് അല്ലെ. എന്താണ് 9, 12, 18. ഇതിനെ എന്തുകൊണ്ട് ചെയ്യണം? പ്രൈം നമ്പേഴ്സ് കൊണ്ട് ചെയ്യണം. ഏതൊക്കെ പ്രൈം നമ്പേഴ്സ്? 2, 3,
5, 7, 8, 9, 10. അടുത്തതാണ് 11, 13. ഈ നമ്പേഴ്സ് കൊണ്ടൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. ആദ്യം ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? 9 ചെയ്യാൻ പറ്റില്ല, പക്ഷെ 12 ചെയ്യാം, 18 ചെയ്യാം. അപ്പൊ ഞാൻ 2 കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യുന്നു. 9 ചെയ്യാൻ പറ്റാത്ത കാരണം 9 ഞാൻ താഴോട്ട് ഇറക്കി എഴുതി. 12 എത്രയായി? 12 6ആയി. 18 എത്രയായി? 18 9ആയി. ഇനി ഏതെങ്കിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കൂ. പറ്റും അല്ലെ? ഈ 6നെ നമുക്ക് ഇനിയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ബാക്കി രണ്ടും ചെയ്യാൻ പറ്റില്ല, താഴേക്ക് ഇറക്കി എഴുതിയാൽ മതി. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാവും? 9നെ താഴോട്ട് ഇറക്കി എഴുതി. 6 എത്രയായി? 3 എത്രയായി? 3ആയി. 9 ചെയ്യാൻ പറ്റാത്ത കാരണം താഴേക്ക് ഇറക്കി എഴുതി. ഇനി 2 കൊണ്ട് ഏതെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ 2ന്റെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാണ്? ഈ 3ന്റെ ചെക്ക് ചെയ്യണം. ഓക്കെ, 3 കൊണ്ട് എല്ലാ നമ്പേഴ്സിനും ചെയ്യാം അല്ലെ? ഏതെങ്കിലും ഒരു നമ്പർ മതി, ഇവിടെ എല്ലാത്തിനും ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 9 എത്രയായി? 3ആയി. 3 എത്രയായി? 3 ഡിവൈഡ് ബൈ 3 എത്രയായി? 1. പിന്നെ 9 എത്രയാവും? 3 ആവും അല്ലെ? 9 ഡിവൈഡ് ബൈ 3 എത്രയാണ്? 3. ഇനി അടുത്ത നമ്പേഴ്സ്, ഈ 1ന്റെ പരിപാടി കഴിഞ്ഞിട്ട് ഇനി 1ന് താഴോട്ട് 1 ഇറക്കി എഴുതിയാൽ മതി. ഇനി ബാക്കിയുള്ള നമ്പേഴ്സ് നോക്കൂ. ഇനി 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. 2 നമ്പേഴ്സ് ഉണ്ട്. 3 കൊണ്ട് ചെയ്യുമ്പോൾ എത്രയായി? ഇത് 1ആയി, ഇതും 1ആയി, ഇതും 1ആയി. എല്ലാം 1ആയി കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ LCM എന്തായിരിക്കും? LCM 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3. 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 3 12, 12 ഇൻറ്റു 3 എത്ര കിട്ടി? 36. ഈ മെത്തേഡും ചെയ്യാം. വേറൊരു മെത്തേഡും കൂടി ഉണ്ട്, അതിന്റെ ആവശ്യമില്ല കേട്ടോ. ഇതിൽ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഫസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു 4-5 സെക്കൻഡ്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ 5-6 സെക്കൻഡ് തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം. വിച്ച് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 11? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണ് എന്നാണ് ചോദ്യം. എല്ലാം ഡിവൈഡ് ചെയ്ത് നോക്കാൻ പറ്റില്ല. 11ന്റെ ഡിവിഷൻ മെത്തേഡ് എനിക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഇതിലിപ്പോ 3 നമ്പർ ഉണ്ട്, 4 ഓപ്ഷൻസിൽ ഏത് നമ്പറാണ് 11നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? എങ്ങനെ ചെയ്യാം? ഇപ്പൊ ഇതില് ഒരു 343 ഇൻറ്റു 11 വിചാരിക്കും. ഞാൻ ചെയ്യാൻ പോകണം കേട്ടോ. 343 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരം 3 7 7 3. ഈ 3 7 7 3 ഇതിൽ ആൾട്ടർനേറ്റ് നമ്പേഴ്സ് എടുക്കുക, ഒന്ന് ഇടവിട്ടുള്ള നമ്പേഴ്സ് എടുക്കുക. എന്നിട്ട് ഈ നമ്പേഴ്സ് രണ്ടും കൂടി കൂട്ടി നോക്കുക, എത്ര വരും? 10 വരും. ഇനി നമ്മൾ ഒഴിവാക്കിയ നമ്പേഴ്സ് ഏതൊക്കെയാണ് നോക്കൂ. ഇത് രണ്ട് അല്ലെ? ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 10. അപ്പോ ഒന്ന് ഇടവിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യാം? എല്ലാം എടുത്തിട്ട് കൂട്ടുക. അതേപോലെ നമ്മൾ ഒഴിവാക്കിയ നമ്പേഴ്സ് എല്ലാം കൂടെ ഒന്നും കൂടെ കൂട്ടുക. എന്നിട്ട് ഈ 2 ഉത്തരം കൂടെ മൈനസ് ചെയ്ത് നോക്കുക. ഈ 2 ഉത്തരവും മൈനസ് ചെയ്ത് നോക്കിയാൽ 10 മൈനസ് 10, ഒന്നില്ലെങ്കിൽ 0, ഒന്നില്ലെങ്കിൽ അത് ഉത്തരം നമുക്ക് 0 വരണം, ഒന്നില്ലെങ്കിൽ 0 വരണം, അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾസ് വരണം. 11ന്റെ ഗുണനപ്പട്ടികയിൽ കിടക്കുന്ന നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഒന്ന് ഇടപെട്ട നമ്പേഴ്സ് എടുത്തിട്ട് ആദ്യം കൂട്ടുക, പിന്നെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള നമ്പേഴ്സ് ഒന്നും എല്ലാം കൂടി കൂട്ടി വെക്കുക. രണ്ടും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം ഒന്നില്ലെങ്കിൽ 0 ആവണം, അല്ലെങ്കിൽ എന്താണ് 11ന്റെ മൾട്ടിപ്പിൾസ് ആവണം. അങ്ങനത്തെ ഏതെങ്കിലും നമ്പർ ഓപ്ഷനിൽ ഉണ്ടോ നോക്കൂ. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതെങ്കിലും ഉണ്ടോ നോക്കൂ. 5016 ഉത്തരം വരിക കേട്ടോ. നോക്കാം നമുക്ക്. ഒന്ന് ഇടവിട്ട് ഞാൻ നമ്പേഴ്സ് എടുക്കാൻ പോവാണ്. 5ഉം 1ഉം കൂടെ കൂട്ടി, 5ഉം 1ഉം കൂടി കൂട്ടി എത്ര വരും? 6 1. ഇനി അടുത്തത് ഒഴിവാക്കിയിട്ടുള്ള നമ്പേഴ്സ് എടുക്കാം. ഏതൊക്കെയാണ്? 0ഉം 6ഉം. 0 പ്ലസ് 6 എത്രയാണ്? 6. ഇനി ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്ത് നമുക്ക് ഉത്തരം എത്ര കിട്ടി? 0. സോ ആൻസർ എന്തായിരിക്കും? 5016 നമ്മുടെ ആൻസർ വരിക. ഇത് 4 അക്കമുള്ള നമ്പർ അല്ല, ഒരു 10 അക്കമുള്ള നമ്പർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഇടവിട്ട് എല്ലാം കൂടെ കൂട്ടി വെക്കുക. ഒഴിവാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടുക. മൈനസ് ചെയ്ത് 0 വരണം, അല്ലെങ്കിൽ 11 22 33 അങ്ങനെ വരണ്ട. 0 മാത്രമല്ല, ഒന്നല്ലെങ്കിൽ 11 വരണം. 11ന്റെ ഗുണനപ്പട്ടികയിൽ കിടക്കുന്ന ഏതെങ്കിലും സംഖ്യ വന്നാൽ മതി. 11 22 33 വന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കാൽക്കുലേറ്റ് ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ച് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. 12 ഇൻറ്റു 4 പ്ലസ് 3 ഡിവൈഡ് ബൈ 2 മൈനസ് 5 POD MAS, അതായത് ബോർഡ് മാസ്. ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. ഇവിടെ ഏതെങ്കിലും ബ്രാക്കറ്റ് ഉണ്ടോ? ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട് അല്ലെ? 4 പ്ലസ് 3 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? 12 ഇൻറ്റു 4 പ്ലസ് 3 7. ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ എഴുതി. ഇനി ബ്രാക്കറ്റ് ഉണ്ടോ? ഇനി ഏത് ബ്രാക്കറ്റ് ഇല്ല. ഇനി അടുത്ത് ഓഫ്. ഇതെന്താണ്? ഓഫ്. ഇതിൽ എന്തെങ്കിലും ഓഫ് എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് ഒഴിവാക്കുക. അടുത്ത് എന്ത് ചെയ്യണം? അടുത്ത് ഡിവിഷൻ ചെയ്യണം കേട്ടോ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ആണ്. ബ്രാക്കറ്റ് ഉണ്ട്, അത് ആദ്യം ചെയ്തു. ഓഫ് എന്നുണ്ടോ നോക്കുക ഇടയിൽ. ഓഫ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻഡു തന്നെയാണ്, പക്ഷെ ഓഫ് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ആദ്യം ചെയ്യണം.
ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്, അതുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യുക. അപ്പോൾ അതില്ല. അടുത്ത ഡിവിഷൻ ആണ്. ഓക്കെ, ഡിവിഷൻ എന്താണ്? 7/2. 7/2 3.5 വരിക അല്ലെ. ഇപ്പൊ 3.5 എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. എന്നുള്ളത് കൊണ്ട് ഡിവിഷൻ ചെയ്യണം. അതിന് ഞാൻ 7/2 എന്ന് എഴുതുക. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിനർത്ഥം ഡിവിഷൻ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഡിവിഷൻ ചെയ്തു എന്നുള്ളതാണ്. ഇനി അടുത്തത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഈ 12/1 എന്നുണ്ട്, നമ്മൾ എഴുതുന്നില്ലാന്നേ ഉള്ളൂ. ഈ 2ഉം 12ഉം എനിക്ക് എന്ത് ചെയ്യാം? ഹരിക്കാൻ പറ്റും, അതായത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 12 എത്ര പ്രാവശ്യം പോവും? 6 തവണ പോവും. 2 12 6 തവണ പോയി. അപ്പൊ ഇത് എന്തായി? 6 × 7 - 5 ഡിവിഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ നോക്കും. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് അല്ലെ. 6 × 7 എത്രയാണ്? 42. ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ എഴുതണം, -5³ അപ്പൊ 5³ എന്ന് പറഞ്ഞാൽ 125 ആണ് കേട്ടോ. 5 × 5 × 5 ആണത് 5³. 42 - 125. 42 - 125 ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത് 42 എന്നാണ് 125 കുറയ്ക്കുന്നത്, അല്ലാതെ 125 അല്ല 42. എന്ത് ചെയ്താലും വലിയ സംഖ്യ 125 ആണ്, അതിന്റെ അടുത്താണ് മൈനസ് കിടക്കുന്നത്. സോ ഉത്തരം നിങ്ങൾ 125ന്റെയും 42ന്റെയും വ്യത്യാസം കണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. നമുക്ക് ചെയ്യാം. 125 - 42. 3 12 4 8 83 വരിക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 42 മൈനസ് വലിയ സംഖ്യയാണ് അല്ലെ. 42നെക്കാളും വലിയ സംഖ്യന്റെ കൂടെയാണ് മൈനസ് കിടക്കുന്നത്. സോ ഉത്തരം എന്തായിരിക്കും? 83. വെറും 83 അല്ല, -83 വരും. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ശ്രദ്ധിക്കണം കേട്ടോ. 83 അവർ ആദ്യം തന്നെ തന്നിട്ടുണ്ട്, തെറ്റിക്കരുത്. 42 ചെറിയ സംഖ്യയും 125 വലിയ സംഖ്യയാണ്. വലിയ സംഖ്യന്റെ കൂടെയാണ് മൈനസ് കിടക്കുന്നത്. സോ -83 ആയിരിക്കും ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ LCM ഓഫ് 5/3, 2/15, 6/21. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം? ഞാൻ പറഞ്ഞിരുന്നു, ഫ്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ LCM കാണാൻ പറഞ്ഞ മേലത്തെ എന്താണ്? LCM കാണാൻ പറഞ്ഞ LCM ഓഫ് ന്യൂമറേറ്റേഴ്സ്, മേലത്തെ നമ്പേഴ്സിന്റെ LCM കണ്ടിട്ട് ഡിവൈഡ് ബൈ എന്ത് ചെയ്താൽ മതി? HCF ഓഫ് ഡിനോമിനേറ്റേഴ്സ്, താഴത്തെ നമ്പേഴ്സിന്റെ HCF. ഓൾറെഡി ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ മേലത്തെ നമ്പേഴ്സിന്റെ LCM എടുക്കുക, താഴത്തെ നമ്പേഴ്സിന്റെ HCF എടുത്താൽ മതി. LCM കാണാൻ പറഞ്ഞ HCF കാണാൻ പറഞ്ഞാലോ മേലത്തെ നമ്പേഴ്സിന്റെ HCF എടുക്കുക, ഡിവൈഡ് ബൈ താഴത്തെ നമ്പേഴ്സിന്റെ LCM. ഓക്കെ, അപ്പൊ മേലത്തെ നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കണം. കാരണം ഇവിടെ LCM ആണ് കാണാൻ പറയുന്നത് അല്ലെ. മേലത്തെ നമ്പേഴ്സിന്റെ 5, 2, 6 ഇതിന്റെ LCM കണ്ടുപിടിക്കാം. പ്രൈം നമ്പേഴ്സ് വെച്ച് ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 5 ചെയ്യാൻ പറ്റില്ല, താഴേക്ക് ഇറക്കി എഴുതി. 2 ഡിവൈഡ് ബൈ 2 1 ആയി. 6 ഡിവൈഡ് ബൈ 3, സോ 6 ഡിവൈഡ് ബൈ 2 എത്രയാവും? 3 ആയി. ഇനി 2 കൊണ്ട് ഏതെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇനി ഏതാ പറ്റുള്ളൂ? ഇനി 3 കൊണ്ട് ചെയ്യാം അല്ലെ. 3 കൊണ്ട് ചെയ്യുമ്പോൾ 5 ചെയ്യാൻ പറ്റാത്ത കാരണം താഴേക്ക് ഇറക്കി എഴുതി. 1 അങ്ങനെ താഴേക്ക് ഇറക്കി എഴുതി. 3 എത്രയാവും? 3 1 ആയി. ഇനി 5 മാത്രമേ ബാക്കിയുള്ളൂ. 5 കൊണ്ട് ചെയ്യുമ്പോൾ എത്രയായി? 1 1 1. സോ LCM എത്ര ആയിരിക്കും? 2 3 5. നോക്കാം. LCM 2 × 3 × 5. 2 × 3 15, 2 × 3 6, 6 × 5 എത്ര വരും? 30. ഇത്ര ചെയ്താൽ മതി. ഇനി താഴത്തെ നമ്പേഴ്സിന്റെ HCF കണ്ട് നിങ്ങൾ സമയം കളയാൻ നിൽക്കരുത്. കാരണം ഇവിടെ 30 ഉള്ള ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എന്താണ്? ഓപ്ഷൻ A മാത്രമേ ഉള്ളൂ. അടുത്ത് നിങ്ങൾ താഴത്തെ HCF കണ്ടാൽ നമുക്ക് 3 തന്നെയാണ് കിട്ടുക. അത് ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. ഇപ്പൊ അടുത്തൊരു ഓപ്ഷനിൽ 30/6, 30/8, 30/7 എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്തോളൂ? HCF കണ്ടോളൂ. പക്ഷെ ഇതിൽ ആകെ മേലത്തെ LCM കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ്? 30 ആണെന്ന് കിട്ടി. ആ 30. ഇനി വേറെ കാര്യമുണ്ട്, ഈ ഓപ്ഷൻ 30/3 എന്നുള്ളത് വേണമെങ്കിൽ 30/3 10 എന്ന് എഴുതി വെക്കാം കേട്ടോ. അവർ 10 എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് HCF കൂടെ കണ്ടുപിടിക്കേണ്ടി വന്നിട്ടുണ്ടാവും. എന്നിട്ട് അത് 3 ആണെന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. LCM കണ്ടപ്പോൾ തന്നെ നമുക്ക് മേലത്തെ ന്യൂമറേറ്റേഴ്സിന്റെ LCM കണ്ടപ്പോൾ തന്നെ നമുക്ക് ആൻസർ മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 18? ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. വിച്ച് നമ്പർ ഇസ് നോട്ട് എന്നായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അത് ക്വസ്റ്റ്യനിൽ വന്ന മിസ്റ്റേക്ക് ആണ്. യഥാർത്ഥ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 18? 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. 18 എന്ന് പറഞ്ഞ സംഖ്യ എത്രയാണ് ശരിക്കും? 9 × 2 ആണ് അല്ലെ. നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ അറിയുന്നത് 11 വരെ നമ്മൾ ഏകദേശം പഠിച്ചിട്ടുള്ളൂ.
അതിൽ 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ പറയാം, 2ന്റെ ഡിവിസിബിലിറ്റി റൂൾ പറയാം. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു 2 കൊണ്ട് ഹരിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ നമ്പർ ഇരട്ട സംഖ്യ ആയിരിക്കണം, അതായത് ഈവൺ നമ്പർ ആയിരിക്കണം. പിന്നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ എന്താണ്? എല്ലാ നമ്പറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അത് എന്താവണം? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇതായിരുന്നു റൂള് അല്ലെ? എല്ലാ സംഖ്യകളും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ നമ്പർ എന്താണ്? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇരട്ട സംഖ്യ ആണെങ്കിൽ എന്ത് ചെയ്യാം? 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇരട്ട സംഖ്യ ആണെങ്കിൽ മാത്രമേ എന്താണ് 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ 18 ശരിക്കും 9 × 2 ആണ്. അപ്പൊ 9ന്റെ റൂളും സാറ്റിസ്ഫൈ ആവണം, 2ന്റെ റൂളും സാറ്റിസ്ഫൈ ആവണം. നമ്മൾ 2ന്റെ റൂൾ ആദ്യം ചെക്ക് ചെയ്യുന്നു. അതിൽ എളുപ്പം 8205 അവസാനം ഒറ്റക്കമാണ്. അപ്പൊ ഇത് ഉത്തരവല്ല, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 8203 എന്താണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 8201 അതും ഒറ്റ സംഖ്യയാണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏക നമ്പർ ഓപ്ഷൻ ഡി ആണ്. എന്താണ്? 8208. അതായതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ എന്താണ് 18 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 9ന്റെ നോക്കേണ്ട കാര്യം ഇല്ല, കാരണം 18 എന്ന് പറഞ്ഞാൽ 9 × 2 ആണ്. 9ലും ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 2ലും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ 2ലും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു നമ്പറിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? 18 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 3 ഓപ്ഷൻ നമുക്ക് എടുത്ത് കളയാം. 4ാമത്തെ ഓപ്ഷൻ ആണ് ഉത്തരം 8208. ഇനിയിപ്പോ 9ന്റെ വേണം ചെക്ക് ചെയ്ത് നോക്കോളൂ. നോക്കൂ, 8208 എന്താണ്? 8 + 2 + 0 + 8, 8ഉം 2ഉം 10, 10ഉം 8 എത്രയായി? 18 അല്ലെ? 18 നമുക്ക് എന്ത് ചെയ്യാം? 18 നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 18 നമുക്ക് എന്ത് ചെയ്യാം? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 9ലും പറ്റും, 2ലും പറ്റും. 9ലും 2ലും പറ്റുന്നുണ്ടെങ്കിൽ എന്താണ്? 18 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 8208. വിച്ച് നമ്പർ ഈസ് നോട്ട് എ പ്രൈം നമ്പർ? ഏത് നമ്പറാ പ്രൈം നമ്പർ അല്ല? പ്രൈം നമ്പർ നമുക്കറിയാം. ഏതൊക്കെയാ പ്രൈം നമ്പർ? 2, 3, 5, 7, 11, 13, 17, 19, 23, 29 ഇങ്ങനെ പോകും. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താ? ഈ നമ്പേഴ്സിനൊന്നും വേറെ നമ്പർ കൊണ്ടൊന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 7നെ 7 കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, 5നെ 5 കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇടയിലുള്ള 6നെ നോക്കുക, 6നെ 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാം അല്ലെ? 6 എന്താണ്? 6നെ 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ടും ചെയ്യാം. അങ്ങനത്തെ നമ്പേഴ്സിനൊന്നും പ്രൈം നമ്പേഴ്സ് എന്ന് പറയില്ല. ഒരു നമ്പറെ എല്ലാ നമ്പറേയും ആ നമ്പറെ കൊണ്ട് സ്വയം, ഇപ്പൊ 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? 5നെ അല്ലെങ്കിൽ 6നെ 6 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു നമ്പർ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതല്ലാതെ ഒരു നമ്പറെ വേറെ നമ്പറെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് നമ്മൾ എന്താ പറയാ? പ്രൈം നമ്പേഴ്സ് എന്നാണ് പറയുക. അപ്പോ 17 പ്രൈം നമ്പർ ആണ്. ചോദ്യം എന്താണ്? നോട്ട് എ പ്രൈം നമ്പർ എന്നാണ്, പ്രൈം നമ്പർ അല്ലാത്തത്. 19 പ്രൈം നമ്പർ, 19നെ വേറെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 21നെ നമുക്ക് 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 7 കൊണ്ടും ഡിവൈഡ് ചെയ്യാം അല്ലെ? 21 ഡിവൈഡ് ബൈ 3 7 ആണ്. അതേപോലെ 21 ഡിവൈഡ് ബൈ 7 3 ആണ്. 7ന്റെ ഗുണനപ്പട്ടികയിൽ 21 ഉണ്ട്, 3ന്റെ ഗുണനപ്പട്ടികയിലും 21 ഉണ്ട്. സോ 21 ഒരു പ്രൈം നമ്പർ അല്ല. 21 അങ്ങനെയാണെങ്കിൽ പ്രൈം നമ്പർ അല്ലെങ്കിൽ അതിൽ പറയുന്ന പേര് വേറെ എന്താണ്? കോമ്പോസിറ്റ് നമ്പർ. എന്താ പറയാ? കോമ്പോസിറ്റ് നമ്പർ. ഓക്കെ, അപ്പൊ പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ, ഈ പ്രൈം നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ LCM HCF ഒക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫാക്ടറൈസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ പ്രൈം നമ്പർ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പർ ആ നമ്പർ വെച്ച് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ, വേറെ ഒരു നമ്പറും വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതിനേക്കാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുക. അങ്ങനെ അല്ലാത്ത നമ്പേഴ്സിനൊക്കെ നമ്മൾ എന്ത് പറയും? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. അപ്പൊ 21 ഉത്തരം. 21 പ്രൈം നമ്പർ അല്ല, അതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ്. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ്, ഇതും ബോർഡ് മാസ് റൂൾ ആണ്. BOD അല്ലെ? എന്താണ്? BOD MAS നോക്കാം. 45 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 3 പ്ലസ് 15 മൈനസ് 6. ആദ്യം ബ്രാക്കറ്റ് ഉണ്ടോ ചെക്ക് ചെയ്യണം അല്ലെ? ബിയിൽ ബ്രാക്കറ്റ് ഉണ്ടോ? ബ്രാക്കറ്റ് ഇല്ല. അടുത്തെന്താണ്? ഓഫ് ഉണ്ടോ? ഓഫും ഇല്ല. അടുത്തെന്ത് നോക്കണം? നമ്മൾ ഡിവിഷൻ നോക്കണം. ഡിവിഷൻ ഉണ്ട്. 45 ഡിവൈഡ് ബൈ 9. 45 ഡിവൈഡ് ബൈ 9 എത്ര? 5 ആണ് അല്ലെ? 5 എന്ന് എഴുതി. ബാക്കിയെല്ലാം താഴേക്ക് ഇറക്കി എഴുതിക്കോളൂ. 3 പ്ലസ് 15 മൈനസ് 6. ഇനി ഡിവിഷൻ ഉണ്ടോ? ഇനി ഏത് ഡിവിഷനും ഇല്ല. ഇനി അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ നോക്കണം. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. 5 × 3 15, 15. ബാക്കിയുള്ളത് താഴോട്ട് ഇറക്കി എഴുതി. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഒന്നുമില്ല. അടുത്തെന്താണ്? അഡീഷൻ, അതായത് കൂട്ടുക. സബ്ട്രാക്ഷൻ എന്താണ്? മൈനസ് ചെയ്യുക കേട്ടോ. കൂട്ടലും കിഴിക്കലുമാണ് അഡീഷനും സബ്ട്രാക്ഷനും. പക്ഷെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അഡീഷനും സബ്ട്രാക്ഷനും നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയാലും കുഴപ്പമില്ല. അഡീഷൻ ആദ്യം ചെയ്യണം, സബ്ട്രാക്ഷൻ അടുത്ത് ചെയ്യണം എന്നില്ല.
ബാക്കിയെല്ലാം അതുപോലെ BODM വരെ, ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ വരെ അതിന്റെ ഓർഡർ തന്നെ. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഓഫ് ഉണ്ടെങ്കിൽ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് കേട്ടോ, ഗുണം തന്നെയാണ്. പക്ഷെ ഓഫ് നേടി കഴിഞ്ഞാൽ അത് ആദ്യം ചെയ്യണം. അത് കഴിഞ്ഞ് ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ കഴിഞ്ഞിട്ട് വേണം മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകാൻ. മൾട്ടിപ്ലിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് എന്തിരിക്കാൻ പാടുള്ളൂ, അഡീഷനോ സപ്രാഷനിലേക്കോ. അഡീഷനും സപ്രാഷനും എങ്ങനെ വേണമെങ്കിലും ചെയ്തോളൂ ലാസ്റ്റത്തെ കേട്ടോ. നമുക്ക് അഡീഷൻ തന്നെ ആദ്യം ചെയ്യാം. 15 - 30 ആണ്. 30 - 6 എത്ര കിട്ടി, 24. സോ ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ തീരുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നന്നായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇനിയുള്ള എക്സാംസിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടും. ആ എക്സ്ട്രാ പോയിന്റ്സ് ആയിരിക്കും മിക്കവാറും നിങ്ങളുടെ എക്സാംസിന് ചോദിക്കാൻ പോകുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ തന്നിട്ടുള്ള ഹോംവർക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഏതായിരുന്നു ആ 3 കാര്യങ്ങൾ അല്ലെ, അവാർഡിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാൻസസിലുള്ള പേഴ്സണാലിറ്റീസിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്താണ് കപ്പുകൾ, സ്പോർട്സ് ഗെയിംസിലുള്ള ഇമ്പോർട്ടന്റ് കപ്പുകൾ ഇന്ത്യയിൽ ഏതൊക്കെയാണെന്നുള്ളത്. ഈ 3 നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ സബ്മിറ്റ് ചെയ്യണം. നിങ്ങളുടെ ക്ലാസ് എന്നാണോ അത് ഇൻഫോം ചെയ്യും. ഗ്രൂപ്പിൽ വരുമ്പോൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ അത് 3 ഉണ്ടാവണം. അത് 3 ഇല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇന്നത്തെ സെഷൻ അവസാനിക്കുകയാണ്. എല്ലാവർക്കും താങ്ക്സ്.